എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹബന്ധനത്തെ ഈ പ്രഭാതത്തിൽ അറിയിക്കുന്നു. കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. പലയിടങ്ങളിലായിരിക്കുന്ന നമുക്ക് ഒരുമിച്ച് ഈ ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കാൻ ദൈവം ഒരുക്കുന്ന എല്ലാ സാവകാശത്തെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം. സന്തോഷമുള്ളവർ ഒരു പ്രാവശ്യം കൂടി കർത്താവിന് മഹത്വം കരയറ്റിയാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ വരവ് താമസോടെ നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കാൻ ദൈവം നമുക്ക് ഒരുക്കിയ നല്ല സാവകാശത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ ഒരുമിച്ച് ബലപ്പെടുത്തുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് തിരുവചന ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും സുപരിചയമേറിയ ഒരു തിരുവചന ഭാഗമാണ് ഇന്ന് പകല് ശുശ്രൂഷിപ്പാൻ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്നതാകുന്ന തിരുവചന ഭാഗം. ഈ ശുശ്രൂഷയിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസിക്കും ശേഷം കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടി ക്രിസ്തുവിലുള്ള വന്ദനത്തെ അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്ത് വരാം. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുകയും പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുകയും. സ്തോത്രം. ഈ എല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു തിരുവചനമാണ് എഫേസ്യ ലേഖനം. പലപ്പോഴും പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം നമ്മൾ തെരഞ്ഞെടുക്കുന്ന ഒരു വാക്യം കൂടിയാണ് ഈ എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ എന്ന തിരുവചനത്തിൽ കാണുന്നത് പോലെ മാനുഷികമാകുന്ന നിലയിൽ പലയിടങ്ങളിൽ പലവിധമാകുന്ന തരത്തിൽ നമ്മൾ ഓടിയിട്ട് നമ്മുടെ ഓട്ടത്തിന്റെ എല്ലാ അവസാനം നമ്മൾ ചെന്ന് വീണ്, കർത്താവേ എന്നോടൊന്ന് മനസ്സലിയണമേ, എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നും കർത്താവെ എനിക്ക് വേണ്ടതാകുന്ന നന്മകൾ, എനിക്ക് വേണ്ടതാകുന്ന അനുഗ്രഹങ്ങൾ നീ തരുമാറാകണമേ എന്ന് അവസാന ഘട്ടത്തിലാണ് പലപ്പോഴും എന്ത് ചെയ്യാറുള്ളത്, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലാറുള്ളത്. എന്നാൽ ഭക്തനാകുന്ന അപ്പോസ്തലനായ പൗലോസ് താൻ പറയുകയാണ്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് യഹോവയുടെ സർവായുധ വർഗങ്ങൾ ധരിക്കൊള്ളുവിൻ എന്ന തിരുവചനത്തിൽ കാണുകയാണ്. എന്താണ് ഈ വാക്യത്തിന്റെ കാതലായ വിഷയം എന്ന് ചോദിച്ചാൽ, 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ തിരുവചനത്തിൽ കാണുമ്പോൾ ഇന്നലകളിൽ ശക്തിപ്പെടാതെ നിന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്നലകളിൽ തന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാതെ നിന്നതാകുന്നതും ഇന്നലകളിൽ തന്റെ ജീവിതത്തിനകത്ത് ഞെരുക്കിക്കൊണ്ടിരുന്നതുമാകുന്ന ഒരു വിഷയം തന്നെ അലട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ഭക്തനാകുന്ന മനുഷ്യൻ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ താൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 3 പ്രാവശ്യം ദൈവത്തോട് അപേക്ഷിച്ചു, എങ്കിലും ആ ശൂലം എന്നെ വിട്ടെന്ത് ചെയ്തിട്ടില്ല, പോയിട്ടില്ല. ഞാൻ 3 പ്രാവശ്യം ദൈവത്തോട് അപേക്ഷിച്ചിട്ടും ആ അപേക്ഷകൾക്കപ്പുറമായി എൻ്റെ ജീവിതത്തെ അല്ലെങ്കിൽ എന്നെ അലട്ടിക്കൊണ്ട് നിന്ന ആ ശൂലം എന്നിൽ നിന്നും മാറുവാൻ തക്കവണ്ണം ഇടയായില്ല. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്നലത്തെ ചരിത്രങ്ങൾ അല്ലെങ്കിൽ ഇന്നലത്തെ ജീവിതങ്ങൾ അല്ലെങ്കിൽ ഇന്നലകളിൽ സഞ്ചരിച്ച മേഖലകൾ സകലതും മുൻപോട്ട് കടന്നു പൊക്കോണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്നും ഒന്നുപോലും കുറെ പുറകോട്ട് മാറാതെ വേദനകളും പ്രയാസങ്ങളും ഒടുവിൽ തന്നെ നീറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും തിരുവചനം നമ്മളെ ആശ്വാസത്തിന്റെ വചനത്തിലൂടെ അറിയിക്കുന്ന ഒരൊറ്റ ദൂത്, നീ ദൈവത്തിൽ ശക്തിപ്പെട്ടാൽ നിനക്ക് സകലത്തിന്മേലും നിന്റെ മേൽ കൃപ വ്യാപരിപ്പാൻ തക്കവണ്ണം ഇടവരും. സ്തോത്രം. ശ്രദ്ധിക്കണമേ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതെന്ന് പറഞ്ഞാണ് 11-ാമത്തെ വാക്യം. അപ്പോ പിശാച് പലവിധമാകുന്ന തന്ത്രങ്ങളുമായി എന്ത് ചെയ്യാറുണ്ട്, നമ്മളെ പരീക്ഷിക്കാറുണ്ട്, നമ്മളെ അലട്ടാറുണ്ട്. സ്തോത്രം. ശ്രദ്ധിക്കണമേ, അതിന് ചെറിയൊരു ചിന്ത മാത്രം പറഞ്ഞ് തിരുവചനത്തിലേക്ക് ഞാൻ ഓടി വരാം. ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത് ആദാമിനെ കുറിച്ചും ഹൗവായെ കുറിച്ചും നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടവരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാം ഹൗവ ദമ്പതിമാരെ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടവരിക. ദൈവത്തിന്റെ സ്വന്തം സൃഷ്ടിയാകുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെതാകുന്ന കൈപ്പണിയായി പണിയപ്പെട്ടതാകുന്ന ഒരു മനുഷ്യനാണ് ആദാം എന്ന് കാണുന്നു.
താൻ നിലത്തെ പൊടിയെടുത്ത് കുഴച്ച് മൂക്കിൽ ജീവന്റെ ശ്വാസം മൂതി ഏദൻ തോട്ടത്തിൽ പാർപ്പിച്ച് താൻ ഏകനായിരിക്കും നന്നല്ല എന്ന് കണ്ട് തക്കതായ ഒരു തുണയെ ദൈവം തമ്പുരാൻ ഒരുക്കി കൊടുത്ത് ഇരുവരും എന്ത് ചെയ്യുന്നു? ഏദനിൽ പാർക്കുകയാണ്. എന്നാൽ ഈ ചില നാളുകൾക്ക് അല്ലെങ്കിൽ ചില നാളുകൾ പാർത്തതിനു ശേഷം തന്റെ ജീവിതത്തിനകത്ത്, അല്ലെങ്കിൽ ആദാമിന്റെയും ഹൗവായുടെയും ജീവിതത്തിനകത്ത് ഇതുവരെയും കാണാത്ത ഒരു പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ കാണാൻ പോകുകയാണ്. എന്താണ്? നമുക്കറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാൻ ഒരു കഥ പറയുന്നത് പോലെ പറഞ്ഞു പോകുകയാണ്. കൗശലം നിറഞ്ഞതാകുന്ന സാത്താൻ ഏദനിൽ വ്യാപരിപ്പാൻ തക്കവണ്ണം ഇടയായി. ഏദനിൽ വ്യാപരിച്ചതിന്റെ തെളിവ്, കൗശലത്താൽ അവൻ പാമ്പെന്ന പോലെ എന്ത് ചെയ്യുന്നു? ആദാമും ഹൗവായും ഇരുന്ന് അവരെ എങ്ങനെ എന്ത് ചെയ്യുന്നു? ഉപായത്താൽ അവരെ എന്ത് ചെയ്യുന്നു? നാശത്തിലേക്ക് അല്ലെങ്കിൽ പാപത്തിലേക്ക് തള്ളിയിടുവാൻ തക്കവണ്ണം ഉപായത്താൽ ഏദനിൽ പ്രവേശിപ്പാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് പ്രഭാതത്തിൽ തിരുവചനത്തിന് മുമ്പാകെ ആയിരിക്കും ദൈവജനത്തോട് ആത്മനിറവിൽ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാം. കൗശലത്താൽ ചില അനുഗ്രഹത്തെ കവർന്നു കളയുവാൻ തക്കവണ്ണം വരുന്ന, അല്ലെങ്കിൽ കൗശലത്തിൻ്റെതാകുന്ന ശക്തിയാൽ നമ്മുടെ ആത്മജീവിതത്തെ ചോർന്നു കളയുവാൻ തക്കവണ്ണം വരുന്ന ചില പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർക്കുവാൻ തക്കവണ്ണം കഴിയേണ്ടതിനാണ് ഇന്ന് പകൽ പരിശുദ്ധാത്മ പറഞ്ഞ ദൈവത്തിന്റെ സർവായുധവർഗം ധരിപ്പാൻ തക്കവണ്ണം ഇടവരണമെന്ന്. സ്വോത്രം. ശ്രദ്ധിക്കണമേ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ തിരുവചനത്തിൽ കാണുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, നീ ഒരു പോർക്കളത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്, നീ ഒരു യുദ്ധക്കളത്തിൽ നിൽക്കുന്നവനാണ്. ഇന്നലകൾ നിന്റെ യുദ്ധക്കളത്തിൽ നിന്നപ്പോൾ നീ പരാജിതനായി പോയെന്ന് പറഞ്ഞ് കൈകൊട്ടി ചിരിച്ചവർ നിന്റെ മുമ്പാകെ ചുറ്റുപാടുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് പകൽ നീ നിൽക്കുന്ന പോർക്കളം എന്ന് നീ ഒന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടവരണം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവനോട് ഇങ്ങനെ പറയുവാൻ തക്കവണ്ണം ആലോചന കൈമാറുകയാ. പോർക്കളത്തിൽ നിൽക്കുന്ന ഒരു ഭക്തനായിക്കൊള്ളട്ടെ, പോർക്കളത്തിൽ നിൽക്കുന്ന ഒരു പോരാളി ആയിക്കൊള്ളട്ടെ, നിന്റെ അകത്തെ അഭിഷേകത്തിന്റെ നിറവ് തിരിച്ചറിയാതെ കൊണ്ട് നീ പുറകോട്ട് ഓടിപ്പോകുവാൻ തക്കവണ്ണം ഇടവരരുത്. പലപ്പോഴും നിന്നെ പുറകോട്ട് വലിക്കുന്ന അവസ്ഥകൾ, പലപ്പോഴും നിന്നെ പുറകിലോട്ട് വലിച്ചു കൊണ്ടുപോകുന്ന ചില ഞെരുക്കുന്നതാകുന്ന അവസ്ഥകൾ നിന്റെ ജീവിതത്തിൽ നടന്നു വരുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, പുറകോട്ടല്ല പോകേണ്ടത്, നിന്റെ കാൽ ചുവട് മുമ്പോട്ട് തന്നെ വെക്കുവാൻ തക്കവണ്ണം ഇടവരണം. സഹോദരം, ഇന്ന് ഈ പ്രഭാത സമയത്ത് പലപ്പോഴും ക്രിസ്ത്യ ജീവിതത്തിന് മുൻതൂക്കം കൊടുക്കാതെ വണ്ണം, അല്ലെങ്കിൽ പലപ്പോഴും പ്രാർത്ഥനകൾക്ക് പോലും പ്രാധാന്യം കൊടുക്കാതെ വണ്ണം, പലവിധമാകുന്ന ചിന്തകൾക്കനുസരിച്ച് തൻ്റെതാകുന്ന ഹിതത്തിനനുസരിച്ച് ഓടിക്കൊണ്ട് നിൽക്കുമ്പോ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ ഹിതമല്ല എന്റെ ഹിതം. സ്വോത്രം. വ്യക്തതയോടുകൂടി യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വാക്യം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാ: നിന്റെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ, നിന്റെ വഴികളുമല്ല എന്റെ വഴികൾ. സ്വോത്രം. വിചാരപ്പെടുന്നതും വഴികൾക്കും അനുസരിച്ച് നടക്കുന്ന ഒരു കൂട്ടം മനുഷ്യനോട് നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, നീ വിചാരപ്പെടുന്നതിനേക്കാൾ ഉപരി നിന്നെ കുറിച്ച് വിചാരപ്പെടുവാൻ യഹോവയാകുന്ന ദൈവമുണ്ട്. സ്വോത്രം. ശ്രദ്ധിക്കണമേ. ഭക്തനാകുന്ന അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് തന്റെ അനുഭവത്തിന്റെ സാക്ഷ്യം എന്ന് പറയുവാൻ തക്കവണ്ണം ഒറ്റ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശരീരത്തോടോ ശരീരം കൂടാതെയോ ഒന്നും ഞാൻ അറിയുന്നില്ല, പക്ഷേ മൂന്നാം സ്വർഗത്തോളം ഞാൻ എടുക്കപ്പെട്ടിട്ട് താൻ പറഞ്ഞതാകുന്ന ഒരു തെളിവ് എന്താണ്? ഇതുവരെ കാണാത്തതും ഇതുവരെ കേൾക്കാത്തതുമാകുന്ന ശബ്ദം അവിടെ കേട്ടു. യോഹന്നാൻ അത് തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടില്ലേ? മേലാൽ സംഭവിക്കേണ്ട കാര്യങ്ങളെ അവൻ എന്നോട് അറിയിപ്പാൻ തക്കവണ്ണം ഇടയായി. എന്താണ് ഈ വാക്യവുമായി ഞാൻ ആ വാക്യം ഒന്ന് ക്രോഡീകരിച്ചതിന്റെ കാര്യം? മറ്റൊന്നുമല്ല, നിനക്ക് വേണ്ടി സംസാരിപ്പാൻ ഇതുവരെ കേൾക്കാത്ത കാതുമായി, ഇതുവരെ കേൾക്കാത്ത ശബ്ദവുമായി, ഇതുവരെ ചലിക്കാത്ത പ്രവർത്തികളുമായി, ഇതുവരെ നേരിട്ടിടാത്ത ഒരു കൂട്ടം അനുഗ്രഹവുമായി നിനക്ക് വേണ്ടി അരിമനാഥനാകുന്ന യേശു ഇറങ്ങി വരാൻ സമയമായി. ദൈവത്തിന്റെ വലിയ കൃപ ഇന്ന് ഈ പ്രഭാതത്തിൽ വ്യാപരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവരുടെ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വചനത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. സ്തോത്രം. ശ്രദ്ധിക്കണമേ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. എന്താണ് ആ വാക്യത്തിന്റെ കാതലായ മർമ്മം? ഒരു യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് അവിടെ വെളിപ്പെടുത്തി പറയുന്നത്. സ്തോത്രം. ശ്രദ്ധിക്കണമേ. 2 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ ശൗലിനെ കുറിച്ച് അവിടെ കാണുവാൻ തക്കവണ്ണം ഇടവരിക. ശൗല് ഏറ്റവും കൂടുതൽ ആ യുദ്ധക്കളത്തിൽ നിന്നതാകുന്ന ഒരു മനുഷ്യനാണ്, യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. ശൗലിന്റെ മകനാകുന്ന യോധാനാം എന്നുണ്ട് യുദ്ധക്കളത്തിൽ നിന്നതാകുന്ന ഒരു സമയത്തെ കുറിച്ച് കാണുന്നു. എന്നാൽ യോധാവിന്റെ സ്നേഹിതനാകുന്ന ദാവീദിനെ കുറിച്ച് അവിടെ വെളിപ്പെടുത്തി പറയുന്നു. 1-ാമത്തെ വാക്യം, അല്ലെങ്കിൽ 1-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 17-ാമത്തെ വാക്യം വരെ താൻ തന്റെ സഹോദരനെ ചൊല്ലി വിലാപഗീതം പാടിയെന്ന് കാണുവാൻ തക്കവണ്ണം ഇടവരുന്നു. വിലാപഗീതം എന്ന് വെച്ചാൽ തന്റെ സഹോദരന്മാരാകുന്ന, അല്ലെങ്കിൽ തന്റെ സ്നേഹിതനാകുന്ന
യോനാദാം എന്ത് ചെയ്തു? മരിച്ചു. മരണത്തോടുള്ള ബന്ധത്തിൽ താൻ വിലാപഗീതം പാടിയെന്ന് കാണുകയാണ്. സ്തോത്രം. അതിനകത്ത് എന്നെ ചിന്തിപ്പിച്ച ഒരു വചനം ഇങ്ങനെയാണ്: യുദ്ധവീരന്മാരായുള്ളവരെ നിങ്ങൾ എങ്ങനെ പട്ടുപോയി? സ്തോത്രം. ശ്രദ്ധിച്ച്, യുദ്ധവീരന്മാരായുള്ളവരെ നിങ്ങൾ എങ്ങനെ പട്ടുപോയെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഈ വാക്യമായി നിങ്ങളൊന്ന് ബന്ധപ്പെടുത്തി നോക്കണം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിനെന്ന് തിരുവചനത്തിൽ കാണുമ്പോൾ യുദ്ധവീരന്മാരായുള്ളവർ ഈ ഭൂമിയിൽ പട്ടുപോകുന്നത് സാരമാ. സ്തോത്രം. ശ്രദ്ധിച്ചു നോക്കണം. എത്ര അഭ്യാസങ്ങൾ അറിയാവുന്ന ആളായാലും, എന്തിനേറെ പറയുന്നു, തന്റെ കയ്യിലിരിക്കുന്ന വാളായിക്കൊള്ളട്ടെ, കുന്തമായിക്കൊള്ളട്ടെ, പരിചയമായിക്കൊള്ളട്ടെ, തന്റെ നേരെ വരുന്ന ആയുധങ്ങളെ തടുത്തു നിർത്തുവാൻ കഴിവുള്ളതും പ്രാപ്തിയുള്ളവനുമാകുന്ന ട്രെയിനിങ്ങുകൾ നേടിയെടുത്ത മനുഷ്യനാകുന്നത് ഈ ശൗലും ശൗലിന്റെ മകനാകുന്ന യോനാഥാനും. സ്തോത്രം. ശ്രദ്ധിക്കണമേ, അത്ര എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യർ, അത്ര എക്സ്പീരിയൻസ് ഉള്ളതാകുന്ന നിലവാരത്തിൽ നിൽക്കുമ്പോ തന്റെ ജീവിതത്തിനകത്ത് എക്സ്പീരിയൻസ് ഒന്നുമില്ലാത്തൊരു മനുഷ്യനായി ദാവീദ് വിളങ്ങപ്പെട്ടു നിൽക്കുകയാ. അതിന്റെ പുറകിൽ കിടക്കുന്ന അധ്യായങ്ങൾ വായിക്കുമ്പോൾ കാണുന്നു, തന്റെ അകത്ത് എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ അഭിഷേകം വ്യാപരിക്കുന്നു. തന്റെ അകത്ത് ദൈവത്തിൻ്റെതാകുന്ന കൃപ വ്യാപരിക്കുന്നു. ദൈവത്തിന്റെ കൃപ വ്യാപരിപ്പിച്ചപ്പോൾ ഇപ്രകാരം ഒരു വചനം അതിനകത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു: ശൗല് 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു? ജയവിളിച്ചുകൊണ്ട് വരുമ്പോൾ ആ കൊല്ലുവാനുണ്ടായത് ദാവീദിന്റെ കയ്യിലെ ആരോഗ്യമല്ല, ദാവീദിന്റെ കയ്യിലുണ്ടായിരുന്ന മിടുക്കല്ല. പക്ഷേ അവൻ പോലും അറിയാതെ അവനിലേക്ക് വ്യാപരിച്ച ഒരു ദൈവത്തിന്റെ അഭിഷേകമുണ്ട്. ആ നിറവാണ് ഇന്ന് പകൽ നാം തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടവരേണ്ടത്. ഒരു യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ നിന്റെ ആരോഗ്യത്തെ കുറിച്ച് ഒന്നും നിനക്ക് എന്ത് ചെയ്യേണ്ട, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഒരു പോർക്കളത്തിൽ നിൽക്കുമ്പോൾ നിന്റേതാകുന്ന ആരോഗ്യം ക്ഷയിച്ചു പോയല്ലോ, ഇനി ഞാൻ എങ്ങനെ മുൻപോട്ട് പോരാടി പോകുമെന്നോർത്തുകൊണ്ട് ഭാരപ്പെടേണ്ട കാര്യമില്ല. തിരുവചനം പറയുന്നു, എന്നാൽ നീ കർത്താവിൽ അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഒരു ശക്തിപ്പെടുതൽ ആവശ്യമാണ്, ഒരു ബലം പ്രാപിക്കൽ ആവശ്യമാണ്. ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയ ഒരു ബലത്തെ കുറിച്ചല്ല, ആത്മീയമാകുന്ന ഒരു ബലത്തെ കുറിച്ചാണ് ഇന്ന് പകൽ പറയുന്നത്. നിന്റെ ജീവിതത്തിൽ ശാരീരികമാകുന്ന ക്ഷീണങ്ങൾ, പ്രയാസങ്ങളൊക്കെ അലട്ടുന്നുണ്ടെങ്കിലും, അക്ഷരികമാകുന്ന ക്ഷീണങ്ങൾ നിന്നെ അലട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിലും, ഇന്ന് പകൽ ആത്മനിറവോട് ഒരു ദൂത് വിളിച്ചു പറയാം: ആത്മാവിൽ നീ എഴുന്നേൽപ്പാൻ സമയമായി. ഒരു പോർക്കളത്തിൽ ഒരു പോരാളിയെ പോലെ എഴുന്നേൽക്കുവാൻ തക്കവണ്ണം സമയമായി എന്ന് പറഞ്ഞതിന് സാരം മറ്റൊന്നുമല്ല, നിന്റെ ജീവിതത്തിനകത്ത് ഇതുവരെ കാണാത്ത പ്രതിസന്ധികളെ ചാടിക്കടപ്പാൻ കഴിയുന്ന വചനത്തിനകത്ത് ആഴപ്രധാനമായ ഒരു ദൂത് പറയുന്നത് പോലെ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലു, എന്റെ ദൈവത്താൽ മതിൽ ചാടിക്കടക്കുമെന്ന് തിരുവചനത്തിൽ കാണും പ്രകാരം ഇന്ന് പകൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന സകല അന്ധകാരത്തിന്റെ പോരുകളെ തകർത്തുകൊണ്ട്, നിന്റെ ആത്മജീവിതത്തെ തകർക്കുന്ന സകല ഇരുളിന്റെ വ്യാപാരത്തെ തകർത്തുകൊണ്ട്, നിന്റെ മുമ്പിലിരിക്കുന്ന ഓട്ടം ഓടുവാൻ കഴിയാതെ വണ്ണം പുറകോട്ട് വലിക്കുന്ന ഇരുളിന്റെ വ്യാപാരത്തോട്, അന്ധകാര പോരിനോട് ഇന്ന് പകൽ ആത്മനിറവോടെ പറ: നിന്നെ എനിക്ക് പിടിച്ചു നിർത്തുവാൻ കഴിയത്തില്ല, നിനക്കെന്നെ തടഞ്ഞു നിർത്തുവാൻ കഴിയത്തില്ല, നിനക്കെന്റെ മേൽ ആധിപത്യം പറയുവാൻ കഴിയത്തില്ല. അർത്ഥം, ഇന്ന് പകൽ എന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ അഭിഷേകമാണ്, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ദൈവസ്നേഹമാണ്. ഇന്ന് പകൽ ആ സ്നേഹത്തിൽ നിന്നും എന്നെ ആർ വേർതിരിപ്പാൻ കഴിയും? സ്തോത്രം. ശ്രദ്ധിച്ചേ, ഭക്തനാകുന്ന മനുഷ്യൻ വളരെ വ്യക്തതയോടുകൂടി പൗലോസ് രേഖപ്പെടുത്തി വെച്ചിരിക്കുക എഫേസ്യ ലേഖനത്തിനകത്ത്. സ്തോത്രം. ആ യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ദൈവകൃപയിൽ ശരണപ്പെടുക. സ്തോത്രം. ശ്രദ്ധിക്കണമേ, സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് സർവായുധ വർഗം? പലപ്പോഴും പല ആവർത്തി തിരുവചനം വായിച്ച് ആശ്വാസം ലഭിച്ചിട്ടുള്ള വചനങ്ങളാണ് താഴോട്ടുള്ള വചനങ്ങൾ. സ്തോത്രം. ശ്രദ്ധിക്കണമേ, ഒരു യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? ആയുധമില്ലാതെ ഒരു പോർക്കളത്തിൽ പോയി നിൽപ്പാൻ കഴിയുകയില്ല. തന്റെ ജീവിതത്തിനകത്തൊരു ആയുധം ആവശ്യമാണ്. സ്തോത്രം. എന്നാൽ ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിൽ ക്രൂശിൽ യാഗമായി തീർന്ന യേശു തമ്പുരാൻ നമുക്ക് വേണ്ടി, നമ്മുടെ പാപത്തിന്, നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി അവൻ ഉയരങ്ങൾ വിട്ട് താഴലോകത്തേക്ക് വരുമ്പോൾ തന്റെ കയ്യിൽ ഒരു ആയുധവും ഇല്ല. സ്തോത്രം. ശ്രദ്ധിക്കണമേ, ഇന്ന് പകൽ ഞാൻ ആ ഒരു പശ്ചാത്തലത്തോടുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങളോട് ആത്മദൂത് ഞാൻ അറിയിപ്പാൻ ദൈവകൃപയിൽ ശരണപ്പെടുക. 26 വർഷങ്ങൾക്ക് മുമ്പ് താണലോകത്തേക്ക് ഇറങ്ങി വന്ന യേശുവിന്റെ കയ്യിൽ ഒരു ആയുധവും ഇല്ല. പക്ഷെ യേശുവിന്റെ കയ്യിലെ ആയുധങ്ങൾ നാം ഓരോരുത്തരുമാണ് ഇന്ന് പകൽ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടവരണം. സ്തോത്രം. ശ്രദ്ധിക്കണം, അന്ന് യേശുവിന്റെ കയ്യിൽ ആയുധങ്ങളില്ല. ആയുധങ്ങളില്ലാതിരിക്കുന്ന സാഹചര്യത്തിലാണ് 3.5 വർഷത്തെ ശുശ്രൂഷ, തന്റെ ജീവിതം ഇവിടെ തന്നെ തുടങ്ങുന്നത്. സ്തോത്രം. 33.5 തിരുവയസ്സ് പ്രായം എന്ത് ചെയ്യുന്നു? ഈ ലോകത്തിൽ പാർത്തുവെന്ന് കാണുവാൻ തക്കവണ്ണം ഇടവരുന്നു. 33.5 തിരുവയസ്സിൽ പച്ച
പൈമര ക്രൂശിനകത്ത് യാഗമായി തീർന്നു എന്ന് കാണുവാൻ തക്കവണ്ണം ഇടവരുന്നു. 3.5 വർഷത്തെ ശുശ്രൂഷ കൊണ്ട് തന്നെ ഒതുക്കിക്കളയുവാൻ തക്കവണ്ണം പിശാചും പരീശന്മാരും സദൂക്യരും ഒരുപോലെ എന്ത് ചെയ്യുന്നു പരിശ്രമിച്ചു കൊണ്ട് നിൽക്കുമ്പോ 3.5 വർഷത്തെ ശുശ്രൂഷകൾ കൊണ്ട് അവസാനം കുറിക്കുന്നതല്ല ക്രിസ്ത്യമാകുന്ന ജീവിതമെന്ന് തെളിയിച്ചു കാണിച്ച് യേശു തമ്പുരാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതായി കാണുന്നു. സ്തോത്രം. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞതിന്റെ സാരം 3 വർഷത്തെ അല്ലെങ്കിൽ 3.5 വർഷത്തെ ഒരു ട്രെയിനിങ് മാത്രമാണ്, അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾ മാത്രം പഴക്കമുള്ള ഒരു ട്രെയിനിങ് ആണ് യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യന് കൊടുക്കുന്നത്. സ്തോത്രം. വീണ്ടും വീണ്ടും താൻ ഏർപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ എന്ത് ചെയ്യുന്നു, ഒരു ജോലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, ആ ജോലിയിലെ എക്സ്പീരിയൻസുകൾക്ക് അനുസരിച്ചാണ് നമുക്ക് ആ ജോലിയിൽ നിന്നും ഒരു എന്ത് ചെയ്യാറുള്ളത്, ഒരു ഉയർച്ച ഉണ്ടാകാറുള്ളത്. സ്തോത്രം. ശ്രദ്ധിക്കണമേ, ഇന്നേക്ക് എന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയ ദൈവജനത്തോട് ഞാൻ ചോദിക്കുന്നു, രക്ഷിക്കപ്പെട്ടിട്ട് മാസങ്ങളും വർഷങ്ങളായില്ലേ? എന്തിനേറെ പറയുന്നു, എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയുന്നതിലും അപ്പുറമാകുന്ന ദിവസങ്ങൾ നമ്മുടെ കൺമുമ്പിൽ തന്നെ കാണാറില്ലേ? സ്തോത്രം. ശ്രദ്ധിക്കണമേ, അന്നത്തെ അഭിഷേകത്തിന്റെ ഒരു കാൽഭാഗമെങ്കിലും ഇന്ന് നാം അനുഭവിക്കുന്നുണ്ടോ എന്നും തിരിച്ചറിയേണ്ടത് അത്യാവശ്യമല്ലേ? അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ട് ഇറങ്ങിയപ്പോൾ പ്രാർത്ഥന വിഷയത്തിന് മുമ്പിൽ ഇരുന്നാൽ അതിന് മറുപടി കാണാതെ ഞാൻ എഴുന്നേറ്റിട്ടില്ല. ഏതെങ്കിലും വിഷയത്തിന് നടുവിൽ ആരെങ്കിലും പ്രാർത്ഥന എന്നോട് അപേക്ഷിച്ചു കഴിഞ്ഞാൽ അപേക്ഷകൾക്ക് മറുപടി കാണാതെ ഞാൻ എഴുന്നേറ്റ ചരിത്രമില്ല. എന്നാൽ ഇന്ന് എനിക്ക് വേണ്ടുന്നത് പോലെ പ്രാർത്ഥിപ്പാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? എനിക്ക് ഇപ്പോൾ അതുപോലെ എനിക്ക് ഉപവസിപ്പാൻ കഴിയുന്നില്ല. അർത്ഥം ഒന്ന് മാത്രം, നീ യേശുവിന്റെ കയ്യിലെ ആയുധങ്ങളാകുന്ന ആയുധത്തിന് എന്തോ ഒരു മൂർച്ചകൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. സ്വത്രം. നമ്മുടെ വീടിനകത്ത് ഉപയോഗിക്കുന്ന കറിക്കത്തി ആയിക്കൊള്ളട്ടെ, വെട്ടുകത്തി ആയിക്കൊള്ളട്ടെ, അതിന്റെ വാത്തലകൾ എന്ത് ചെയ്യുന്നു, അതിന്റെ മൂർച്ച നഷ്ടമാകുമ്പോൾ അതിനെ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിവെക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിനകത്ത് പ്രാർത്ഥനയുടെ ആയുധം കുറഞ്ഞപ്പോൾ നീ ഒന്ന് അല്പമായി മാറിയിരിക്കുകയല്ലേ? എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, മാറി നിൽക്കുന്ന അനുഭവത്തിൽ നിന്നു മടങ്ങി വരുന്ന ഒരു അനുഭവത്തിലേക്ക് നിന്നെ പരിശുദ്ധാത്മാവ് കൂട്ടിവരുത്താൻ തക്കവണ്ണം, ചേർത്ത് പിടിപ്പാൻ തക്കവണ്ണം ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. സഹോദര സഹോദരി, എന്റെ മാതാവേ, എന്റെ സഹോദരങ്ങളെ, ഇന്ന് പകൽ ആത്മനിറവോടൊരു ദൂത് പറയാം. ദൈവത്തിന്റെ കയ്യിലെ ആയുധങ്ങളാണെങ്കിൽ ഹല്ലേലൂയ, മൂർച്ചയില്ലാത്ത ആയുധങ്ങളെ അവനെടുത്ത് ഉപയോഗിക്കാറില്ല. അവൻ ദിനം പ്രതിയും മൂർച്ചയാക്കിക്കൊണ്ട് നിൽക്കുന്ന ആയുധങ്ങളാണ് നാം ഓരോരുത്തരും. ഇന്ന് പകൽ വചനം പറയുന്നു, ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും സദ്യമജ്ജകളെ പോലും വേർപിടിപ്പാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളതാകുന്ന തിരുവചനത്തിന് കഴിയുമെങ്കിൽ ഇന്ന് പകൽ ആത്മനിറവോടെ പറ, നിന്റെ ജീവിതത്തെ തകർക്കുവാൻ തക്കവണ്ണം, ആത്മജീവിതത്തെ മുമ്പോട്ട് വിടാതെ വണ്ണം തടയുന്ന ഇരുളിന്റെ വ്യാപാര മണ്ഡലത്തോട്, അന്ധകാരത്തിന്റെ പോരിനോട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പറ, ആയുധമായി തിളങ്ങുവാൻ തക്കവണ്ണം, ശോഭിപ്പാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ എന്നെ തെരഞ്ഞെടുത്തെങ്കിൽ എന്റെ ആയുധത്തിന്റെ മൂർച്ച കുറയ്ക്കുവാൻ നിനക്ക് കഴിയത്തില്ല ശത്രുവേ. നിന്റെ തലയെ തകർക്കുവാൻ എന്റെ മേൽ അവൻ അഭിഷേകം പകർന്നിട്ടുണ്ട്. സ്തോത്രം. ഒരിക്കൽ അവന്റെ തലയെ തകർത്തുകൊണ്ട് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയെങ്കിൽ ഇന്നലത്തെ പ്രതികൂലങ്ങളെ കണ്ടുകൊണ്ട്, ഇന്നലത്തെ പ്രതിസന്ധികളെ കണ്ടുകൊണ്ട് ആത്മീയമാകുന്ന ജീവിതത്തെ പുറകോട്ട് വലിക്കുന്ന ചില ഇരുളിന്റെ വ്യാപാര മണ്ഡലത്തോട്, അന്ധകാരത്തിന്റെ പോരിനോട് ഇന്ന് പകൽ ആത്മനിറവോടെ പറ, നിനക്കെന്നെ തകർപ്പാൻ കഴിയത്തില്ല, നിനക്കെന്നെ മുടിപ്പാൻ കഴിയത്തില്ല. നീ എന്നാലും വാലുപൊക്കി ആടുമ്പോൾ ഇന്ന് പകൽ നിന്റെ വാലാട്ടത്തിൽ ഞാൻ ഭയപ്പെടുന്നവനല്ല. ഇന്ന് പകൽ നിന്റെ മേൽ ജയോത്സവം കൊണ്ടാടി അഭിഷേകമാണ് എന്റെ മേലുള്ളത്. സ്തോത്രം. ശ്രദ്ധിക്കണമേ, ഞാൻ പറഞ്ഞതിന്റെ ആ സാരത്തിലേക്ക് ഞാൻ വേഗത്തിലൊന്ന് ഓടി വരാം. സ്തോത്രം. ശ്രദ്ധിച്ചു നോക്കണം. യേശു കർത്താവ് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. നമുക്ക് നന്നായി തിരുവചനങ്ങൾ വായിപ്പാനും മനസ്സിലാക്കുവാനും കഴിയുന്ന ഒരു ചരിത്രം സ്തോത്രം വായിച്ച വാക്യത്തിൽ തന്നെ കിടപ്പുണ്ട്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. പിന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന്. അപ്പോൾ എന്തുണ്ട്? പിശാചിന് തന്ത്രമുണ്ട്. സ്തോത്രം. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഏദനിനകത്ത് കൗശലം കൗശല ബുദ്ധിയാൽ എന്ത് ചെയ്തു? ആദാമിനെ ഹൗവ ദമ്പതികളെ നശിപ്പിക്കുവാൻ തക്കവണ്ണം, പാപത്തിലേക്ക് തള്ളിയിടുവാൻ തക്കവണ്ണം, കൗശലം നിറഞ്ഞു വരുവാൻ തക്കവണ്ണം ഇടയായി. സ്തോത്രം. ഇന്നത്തെ കാലഘട്ടത്തിൽ കൗശലം എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുക, ആത്മീയഗോളത്തിൽ നീ ഉയരുവാൻ തക്കവണ്ണം പ്രാപ്തിയോടെ വിശ്വസ്തയോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യയാണ് എങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് നീ പോലും അറിയാതെ കൗശലം നിറഞ്ഞവൻ എന്ത് ചെയ്യാറുണ്ട്? കടന്നു വരാറുണ്ട്. സ്തോത്രം. എന്താ ഞാൻ ആ പറഞ്ഞതിന്റെ സാരമെന്ന് ചോദിച്ചാൽ, നമ്മുടെ അനുഗ്രഹത്തിന് കാരണം നമ്മൾ തന്നെയാ, നമ്മുടെ ശാപത്തിന്റെ കാരണവും നമ്മൾ തന്നെയാ. സ്തോത്രം. അല്ലേ? എന്താണ് തെളിവ്? വചനത്തിൽ തന്നെ കിടപ്പുണ്ട്, നീ അനുഗ്രഹിക്കുന്നവനെ
ഞാൻ അനുഗ്രഹിക്കും. അപ്പോൾ നമ്മുടെ വായിൽ നിന്നും അനുഗ്രഹത്തിന്റെ വാക്കുകളല്ല പുറത്തു വരുന്നതെങ്കിൽ ശാപമായി തീരാറില്ലേ? സ്തോത്രം. ശ്രദ്ധിക്കണമേ. പലപ്പോഴും പല ആവർത്തി ഞാൻ കേട്ടിട്ടുള്ളതാകുന്ന ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തി പറയാം. അവൻ ഒരിക്കലും ഗുണപ്പെടാറില്ല, അവൻ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, ഒരു അനുഗ്രഹം ഉണ്ടാകാറില്ല. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കാം, ഞാനും കേട്ടിട്ടുണ്ട്, ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടിട്ടുണ്ട്. സ്തോത്രം. ശാപത്തിൻ്റെതാകുന്ന വാക്കുകൾ, ശാപം നിറഞ്ഞ ലോകത്തിനകത്തേക്ക് പാപത്തിന്റെ ശമ്പളമാകുന്ന മരണത്തെ ജയിച്ചെഴുന്നേറ്റ യേശു തമ്പുരാൻ. സ്തോത്രം. ശ്രദ്ധിക്കണമേ. ശാപത്തെ എന്നേക്കുമായി കർത്താവ് എടുത്തു മാറ്റിയതാണ്. ഒരിക്കലും ഈ ശാപങ്ങൾ നമ്മുടെ കുടുംബത്തിലോ നമ്മുടേതാകുന്ന ജീവിതത്തിലോ വ്യാപരിക്കാറില്ല, അടുത്തു വരാറില്ല. പക്ഷേ എങ്കിലും കൗശലത്താൽ അവൻ ആ കുടുംബത്തിനകത്ത് കയറേണ്ടതിന്, കൗശല ബുദ്ധിയാൽ ആത്മീയ ജീവിതത്തെ തകർക്കേണ്ടതിന്, കൗശല ബുദ്ധിയാൽ നിന്റെ വിശ്വാസത്തെ എന്നേക്കുമായി തള്ളിക്കളയേണ്ടതിന് തിരുവചനം പറയുന്നു, കൗശലത്താൽ നിന്നെ പരീക്ഷിപ്പാൻ തക്കവണ്ണം അവൻ അടുത്ത് വന്നുകൊണ്ട് നിൽക്കുകയാണ്. സ്തോത്രം. പത്രോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞൊരു വചനം എന്റെ ചിന്തയിലേക്ക് ഓടി വരികയാണ്. കർത്താവിന്റെ വചനത്തിൽ ഇങ്ങനെയാ കാണുന്നത്, അവൻ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് അവൻ എന്ത് ചെയ്യുന്നു? ഊലാടി സഞ്ചരിച്ചു കൊണ്ട് നിൽക്കുന്നു. അത് ഞാൻ ഇങ്ങനെ ഇപ്രകാരം കൂടി എടുത്തു പറയുവാൻ തക്കവണ്ണം ഇടവരുന്നു. നീ ആത്മനിറവിൽ ആലയത്തിനകത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഭവനത്തിലേക്ക് പോകുമ്പോ നിന്റെ കൂടാരത്തിനകത്തിരുന്ന് ആത്മനിറവോടെ നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന നാഴികയിൽ അവൻ സഞ്ചരിപ്പാൻ തക്കവണ്ണം ഇറങ്ങി വരും. എന്താണ് ആ പറഞ്ഞതിന്റെ സാരം? ആത്മാവിൽ ബലം പ്രാപിക്കുന്ന ഒരു മനുഷ്യനെ എങ്ങനെ തകർക്കണമെന്നാണ് പിശാച് പലപ്പോഴും ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതിന് ഏക തെളിവല്ലേ ഇയ്യോബിന്റെ ചരിത്രം എന്ന് പറഞ്ഞത്? ഇയ്യോബിന്റെ ജീവിതത്തിൽ തികഞ്ഞ ദൈവഭക്തനാണ്. 1-ാമത്തെ അധ്യായം മുതൽ വായിക്കുമ്പോൾ കാണുന്നു, ദൈവം തന്നെ ഒരു സാക്ഷി പറഞ്ഞതാകുന്ന ചരിത്രം കിടക്കുകയാണ്. സ്തോത്രം. ഇയ്യോബിനെ കുറിച്ച് ദൈവം തന്നെ ഒരു സാക്ഷി പറഞ്ഞിട്ട് ആ സാക്ഷികൾക്ക് അപ്പുറമായി മറ്റൊരു സാക്ഷ്യമില്ലാതെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്റെ ജീവിതത്തിൽ സകലതും നഷ്ടമായി പോയി. സകലതും നഷ്ടമായി തീർന്നതിനു ശേഷവും താൻ എന്ത് ചെയ്തില്ല? ദൈവത്തെ തള്ളിക്കളഞ്ഞില്ല. ദൈവസന്നിധിയിൽ അവൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നിന്നു. സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ നിന്നിട്ട് പോലും തൻ്റെതാകുന്ന ജീവിതത്തിലെ നഷ്ടങ്ങളെ ചൊല്ലി എണ്ണിക്കാ താൻ എന്ത് ചെയ്തില്ല? ദൈവത്തോട് പരാതികൾ പറഞ്ഞില്ല, ദൈവത്തോട് നിരാശകൾ അർപ്പിച്ചില്ല. പക്ഷേ തന്നെ കാണുവാൻ വന്ന സ്നേഹിതന്മാരും തന്റെ ഭാര്യയും എന്ത് ചെയ്തു? തന്നെ നീറി അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞു. മരിച്ചുകൂടെ എന്ന് പോലും ചോദിച്ച ചോദ്യത്തിന് മുമ്പിൽ, ദൈവത്തിന് മുമ്പിൽ പെറുപെറുക്കാതെ പിടിച്ചു നിന്ന് ഇയ്യോബിന്റെ ജീവിതത്തിനകത്ത് പിന്നീടുണ്ടായത് ഇരട്ടി അനുഗ്രഹം എന്ന് കാണുവാൻ തക്കവണ്ണം വരുന്നു. കൗശലത്താൽ ചില ആത്മീയ ജീവിതത്തെ തകർപ്പാൻ തക്കവണ്ണം പിശാച് കൂടാരങ്ങളിലേക്ക് വ്യാപരിച്ചു കൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ പഴയ നിയമ ചരിത്രത്തിൽ ഇപ്രകാരം ഒരു വചനം പറയുന്നു, സംഹാരദൂതൻ കടന്നു വരുമ്പോൾ കുഞ്ഞാടിന്റെ രക്തം കട്ടളപ്പടിമേലും കുറിപ്പടിമേലും പുരട്ടുക. സ്തോത്രം. എന്തിനാണ് പുരട്ടുന്നത്? സംഹാരകം വരുന്നത് ഈ കട്ടളപ്പടിമേലും കുറിപ്പടിമേലും കുഞ്ഞാടിന്റെ രക്തമില്ലെങ്കിൽ എന്ത് ചെയ്തു? സംഹാരകൻ കടന്നു പ്രവേശിക്കുമെന്ന് കാണുകയാണ്. സ്തോത്രം. എന്ന് വെച്ചാൽ നിന്നെ അപകരിപ്പാൻ തക്കവണ്ണം, നിന്നെ നശിപ്പിക്കുവാൻ തക്കവണ്ണം, നിന്റെ ആത്മജീവിതത്തെ എന്നേക്കുമായി തള്ളിക്കളയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്ന ഒരു വ്യാപാരത്തിന്റെ ശക്തിയുണ്ടെന്ന് ഇന്ന് പകൽ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടവരണം. വചനത്തിലേക്ക് വേഗത്തിൽ മടങ്ങി വരുന്നു. സ്തോത്രം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് യഹോവയുടെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. എന്താണ് സർവായുധവർഗങ്ങൾ? സ്തോത്രം. അതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം. ഒന്നാമതായി കിടക്കുന്നത് ഇങ്ങനെയാണ്, അരയ്ക്ക് സത്യം കെട്ടുക. അരയ്ക്ക് സത്യം കെട്ടുക. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു, ഒരു പുറപ്പാടുണ്ട് നിനക്ക്, നിന്റെ ജീവിതത്തിൽ ഒരു പുറപ്പാടുണ്ട്. എന്നാൽ ഒരു യാത്ര പുറപ്പെടുമ്പോൾ എന്താണ്? അരയ്ക്ക് സത്യം ഉറപ്പായി കെട്ടിയിരിക്കണം. അരയ്ക്ക് എന്ത് ചെയ്യണം? ഇളകാതെ നിൽക്കുന്ന വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. 93-ാം സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ കാണുന്നത് ഇങ്ങനെ, ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കുന്നതിന്റെ കാര്യം യഹോവ ബലം ധരിച്ച് അരയ്ക്ക് കെട്ടിയിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. പ്രഭാതമാണ്, എഴുന്നേറ്റ് വന്നതിന്റെ ക്ഷീണങ്ങളൊക്കെ അവരവരുടെ മുഖങ്ങളിലൊക്കെ പലപ്പോഴും കാണാറുണ്ട്. എനിക്കും ആ ക്ഷീണത്തിൻ്റെതാകുന്ന ഒരു ഭാവം കാണാറുണ്ട്. പക്ഷെ ക്ഷീണം നമ്മൾ എന്ത് ചെയ്യാറില്ല? പുറകോട്ട് വലിച്ചുകൊണ്ട് പോകരുത്. ഒരുമിച്ച് നമ്മൾ ശുശ്രൂഷിപ്പാൻ പോവുകയാണ്. സ്തോത്രം. ശ്രദ്ധിക്കണമേ. അപ്പോ സത്യമെന്ന് അല്ലെങ്കിൽ അരയ്ക്ക് സത്യം കെട്ടുക എന്ന് തിരുവചനത്തിൽ കാണുകയും, എന്താണ് തിരുവചനത്തിൽ കാണുന്ന സത്യം എന്ന് പറഞ്ഞാൽ? സ്തോത്രം. സത്യം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന് ആധികാരികമായി മർമ്മപ്രധാനമായി തിരുവചനത്തെ രാപ്പ
രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യനാകുന്നു അവന്റെ ജീവിതത്തിൽ സത്യമായി വെളിപ്പെടുന്നത്. എന്ന് വെച്ചാൽ വചനം അവന്റെ ജീവിതത്തിൽ സത്യമായി വെളിപ്പെടുകയാണ്. സ്തോത്രം. ശ്രദ്ധിക്കണമേ, കാണാതറിയാതെ ഒരു സങ്കീർത്തന ഭാഗമാണല്ലോ 1-ാമത്തെ സങ്കീർത്തനം. സ്തോത്രം. പലപ്പോഴും നമ്മള് ഈ എളുപ്പം പഠിക്കുവാൻ കഴിയുന്ന ഒരു സങ്കീർത്തനമാണ്. സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ അധ്യായം നമ്മൾ തുടങ്ങി 23-ാമത്തെ അധ്യായത്തിലേക്ക് ചാടിക്കടക്കുകയാണ്. എന്ന് വെച്ചാൽ 23-ലേക്ക് വന്ന ഒന്നാമത്തെ അധ്യായം കഴിഞ്ഞ് കഴിഞ്ഞാൽ 23-ാമത്തെ അധ്യായമാണ് നമുക്ക് കാണാതെ പഠിക്കാൻ ഏറ്റവും എളുപ്പം. പിന്നെ അതുകൂടെ ഇച്ചിരൂടെ എളുപ്പം എന്ന് പറഞ്ഞ 117-ാം സങ്കീർത്തനം. 2 വാക്യങ്ങളല്ലേ ഉള്ളൂ. കാണാതെ പഠിച്ച് 2 വാക്യങ്ങളൊന്ന് ഉരുവിട്ട് കഴിഞ്ഞാൽ അതും അങ്ങ് പഠിച്ചൊന്ന് മനഃപ്പാടമാക്കിയെന്ന് നമുക്ക് കാണാൻ കഴിയും. വീണ്ടും അവിടുന്ന് ഒരു ചാട്ടമുണ്ട്. എങ്ങോട്ടാ? 121-ലേക്ക് നമ്മളൊരു ചാട്ടമുണ്ട്. അവിടെ ചാടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയും, ഇതാ എന്ത് ചെയ്യുന്നു, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും. അങ്ങനെ അടുത്തൊരു ചാട്ടം എന്ന് പറഞ്ഞാൽ 33-ാമത്തെ സങ്കീർത്തനം, അതായത് 133 ആദ്യത്തെ വാക്യം, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും. 150-ലേക്ക് പ്രവേശിപ്പാൻ കഴിയുമോ എന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞതിന്റെ സാരം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുക. ചാടിക്കടന്ന് നമ്മൾ സങ്കീർത്തന ഭാഗങ്ങൾ, വാക്യങ്ങളൊക്കെ മനഃപ്പാഠമാക്കി പഠിച്ചുകൊണ്ട് നിൽക്കുന്ന ചരിത്രങ്ങൾ. സ്തോത്രം. ഒന്ന് ചിന്തിക്കുക, ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, നിന്റെ ജീവിതത്തിനകത്ത് സത്യം ആയിരിക്കണം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടേണ്ടത്. എന്താണ് സത്യത്തിന്റെ കാതലായ വിഷയം? ലോകത്തിന്റെ വെളിച്ചമാകുന്ന കർത്താവായ യേശു തമ്പുരാൻ പറഞ്ഞു, ഞാൻ തന്നെ ലോകത്തിന്റെ വെളിച്ചം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. സ്തോത്രം. അവൻ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും പലരും വന്ന് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയും, നിങ്ങൾ തന്നെ പറയുന്നു ഞാൻ ആരെന്ന്. സ്തോത്രം. മറ്റുള്ളവർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന പദത്തിന്റെ മുമ്പിൽ, മറ്റുള്ളവർ പ്രതിനിധീകരിച്ചിരിക്കുന്നതിന്റെ മുമ്പിൽ എന്ത് ചെയ്യാറില്ല? താൻ സൈലന്റ് ആയിട്ട് നിന്നിട്ട് പറയുന്നു, ഞാൻ തന്നെ ദൈവപുത്രൻ എന്ന് നിങ്ങൾ പറയുന്നു എന്ന് തിരുവചനത്തിൽ കാണുന്നത് പോലെ അരയ്ക്ക് സത്യം കെട്ടിക്കൊണ്ട് നീതി എന്ന കവചത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തിനകത്തൊരു സത്യമായ ഒരു ഉടമ്പടി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടവരണം. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തിരുവചനത്തിന് മുമ്പാകെ രേഖപ്പെടുത്തിയപ്പോൾ താൻ പറഞ്ഞ 1-ാമത്തെ പ്രാധാന്യത, 1-ാമത്തെ ആയുധം എന്ന് പറഞ്ഞാൽ അരയ്ക്ക് സത്യം കെട്ടുക. അതിനോടനുബന്ധമായി പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിനകത്ത് വളരെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. സ്തോത്രം. 2-ാമത്തെ ആയുധം എന്ന് പറഞ്ഞത് ഇതാണ്, നീതി എന്ന കവചം ധരിക്കുക. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ കിടക്കുന്ന നീതി എന്ന കവചം. അടുത്തത് പറയുന്നു 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 26-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലും കിടക്കുന്ന ഒരു മർമ്മപ്രധാനമാകുന്ന ഭാഗം. സ്തോത്രം. കവചത്തെ കുറിച്ച് ഞാൻ 1-2 കാര്യങ്ങളൊന്ന് ഓർപ്പിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കാം. സ്തോത്രം. എന്താണ് കവചം? നിന്റെ നേരെ വരുന്ന ആയുധങ്ങളെ തടുക്കുവാൻ കഴിയുന്ന ഒന്നാണ് കവചം എന്ന് പറഞ്ഞത്. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും അറിയാം, എങ്കിലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു തെളിവിന് വേണ്ടി ഞാൻ പറയാം. ഇഡലിത്തട്ടിനകത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇഡലിപ്പാത്രത്തിനകത്തിരിക്കുന്ന ആ വലിയ ഇഡലിത്തട്ട് എന്ന പോലെ അതിനേക്കാളും വലിപ്പമുള്ള ഒരു കവചവുമായി എന്ത് ചെയ്യാറുണ്ട്? ഒരു പോർക്കളത്തിൽ നിൽക്കുന്ന, ഒരു യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ നിൽക്കാറുണ്ട്. അവന്റെ കയ്യിലിരിക്കുന്ന ഈ കവചമാണ് തന്റെ നേരെ വരുന്ന ആയുധങ്ങളെ തട്ടിക്കളയുന്നത്. തന്റെ നേരെ ആഞ്ഞടിച്ചുകൊണ്ട് നിൽക്കുന്ന അമ്പിൻ്റെതാകുന്ന തീയമ്പുകളുടേതാകുന്ന ശക്തികളെ താൻ എന്ത് ചെയ്യാറുള്ളത്? തട്ടിക്കളയുന്നത്. എന്നാൽ ഇന്ന് പകൽ ആത്മീയ ജീവിതത്തിൽ നിൽക്കുന്ന പ്രിയ ദൈവജനമേ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാം. ദൈവത്തിന്റെ സന്നിധിയിൽ കവചം നിന്റെ ഈ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? സുവിശേഷത്തിൻ്റെതാകുന്ന, നീതിയുടേതാകുന്ന ഒരു കവചം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടില്ലെങ്കിൽ ഇന്നലകൾ നിന്റെ നേരെ ആഞ്ഞടിച്ച പ്രതികൂലത്തിന്റെ അമ്പുകൾ നിന്നെ തറപ്പാൻ തക്കവണ്ണം ഇടവരും. നിന്നെ എന്നേക്കുമായി തകർത്ത് കളയുവാൻ തക്കവണ്ണം ഇടവരും. സ്തോത്രം. ശ്രദ്ധിക്കണമേ, ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയുന്നത്, കവചം നമുക്ക് അത്യാവശ്യമാണ്. നീതി എന്ന കവചം നമുക്ക് ശുശ്രൂഷയിലായിക്കൊള്ളട്ടെ, നമ്മുടെ പോർക്കളത്തിലായിക്കൊള്ളട്ടെ, ആത്മജീവിതത്തിലായിക്കൊള്ളട്ടെ, നമുക്ക് അത്യാവശ്യമാണ്. അടുത്ത 3-ാമത്തെ ആയുധം എന്ന് പറഞ്ഞത് സുവിശേഷത്തിനായുള്ള ഒരുക്കം, കാലിന് ചെരുപ്പിട്ട് എന്ത് ചെയ്യുക? നിൽക്കുക. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വാക്യവും, യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 15-ാമത്തെ വാക്യവും, പുറപ്പാട് പുസ്തകം 12-11, അപ്പോസ്തല പ്രവൃത്തി 7-30 മുതൽ 33 വരെയുള്ള തിരുവചന ഭാഗത്തിൽ വളരെ വ്യക്തതയോടുകൂടി എന്തിനാണ് ചെരുപ്പിടുന്നത് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തതയോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെയും പ്രവേശിക്കുന്നില്ല. വേഗത്തിൽ ഞാൻ അടുത്തൊരു പോയിന്റിലേക്ക് ഓടിപ്പോകുകയാണ്. വിശ്വാസം എന്ന പരിച നിന്റെ ജീവിതത്തിനകത്തുണ്ടാകണം. വിശ്വാസം എന്ന് പറഞ്ഞ പരിച നിന്റെ ജീവിതത്തിലുണ്ടാകണം. പരിച എന്ന് പറയുമ്പോൾ കവചത്തോടനുബന്ധമായി തന്നെ നിൽക്കുന്നതാണ് പരിച എന്ന് പറയുന്നത്. സ്തോത്രം. ശ്രദ്ധിക്കണമേ, കവചം തന്റെ ശരീരത്തെ
മുഴുവനും എന്ത് ചെയ്യുന്നു, കവർ ചെയ്യുമ്പോൾ പരിച നിന്റെ കയ്യിലിരിക്കുന്ന ആയുധമായി നിന്റെ നേരെ വരുന്ന സകലത്തിനെയും നീ തടുക്കുവാൻ തക്കവണ്ണം ഇടവരുന്നു. സ്തോത്രം. ശ്രദ്ധിക്കണമേ, ഒരു യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങളുടെയൊക്കെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ കൺമുമ്പിലേക്ക് കൊണ്ടുവന്ന് ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചു പോകാം. സ്തോത്രം. ശ്രദ്ധിക്കണം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: 4 മൃഗത്തിന് സദൃശ്യമാകുന്ന ഒരു മുഖം എന്ത് ചെയ്യാറുണ്ട്, കാണാറുണ്ട്. ഒരു മുഖം, ഘോരമാകുന്ന ഒരു മൃഗം എന്ത് ചെയ്യാറുണ്ട്, നദിയിൽ നിന്നും എഴുന്നേറ്റ് വരുന്നു. സ്തോത്രം. 4 സാമ്രാജ്യത്തിൻ്റെതാകുന്ന ഭരണങ്ങൾ കാണിക്കുവാൻ അല്ലെങ്കിൽ ഭരണങ്ങൾ ചെയ്യുവാൻ ഒക്കെ വേണം 4 സാമ്രാജ്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ബിംബം അവിടെ എന്ത് ചെയ്യുക, ഉയർന്നു നിൽക്കുകയെ. കളിമണ്ണ്, ഇരുമ്പ്, അതുപോലെ തന്നെ സിംഹത്തിന് സദൃശനായി, പുള്ളിക്ക് സദൃശനായി, അങ്ങനെയൊക്കെ ഓരോരോ ചിത്രങ്ങൾ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അതൊക്കെ എടുത്ത് ശുശ്രൂഷിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയം നമ്മുടെ മുമ്പിൽ പരിമിതമാണ്. അതുകൊണ്ട് അത് സമയം നമ്മുടെ മുമ്പിൽ പോരാതെ പോരും. സ്വോത്രം. വേഗത്തിൽ അങ്ങ് പറഞ്ഞു പോകുക. സ്വോത്രം. ശ്രദ്ധിക്കണമേ, കളിമണ്ണുണ്ട്, ഇരുമ്പുണ്ട്. സ്വോത്രം. കളിമണ്ണ് കൊണ്ടുള്ളത് എന്ത് ചെയ്യുക, തകർന്നു പോകും. ഇരുമ്പ് കൊണ്ടുള്ളത് തകർന്നു പോകത്തില്ല എന്നൊരു ചിത്രതം കൂടി അവിടെ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. സ്വോത്രം. യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ചിത്രം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് തരാം. എന്താ പറഞ്ഞു വന്നിട്ട് സാരം ഇത്ര മാത്രമേ ഉള്ളൂ. തന്റെ ജീവിതത്തിനകത്ത് താൻ നിൽക്കുന്ന സ്റ്റാൻഡ് ഏത് താൻ ആദ്യമേ മനസ്സിലാക്കും. അതിനുശേഷം തന്റെ കയ്യിൽ ഏത് ആയുധമായിരിക്കാം ഉള്ളത് എന്ന തിരിച്ചറിവോടാണ് താൻ ആദ്യമേ ഒരു പോരാട്ടത്തിന് ഇറങ്ങുന്നത്. സ്തോത്രം. ഒരു വിശ്വാസി അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ ആദ്യമേ ചാടിക്കേറി പിശാചിന്റെ തലയെ വെട്ടണമെന്ന് പറഞ്ഞ് ചാടിക്കേറി വെട്ടാറില്ല. അവന്റെ മേൽ ദൈവം കൊടുത്തിരിക്കുന്ന അഭിഷേകത്തിനും അവന്റെ മേൽ ദൈവം കൊടുത്തിരിക്കുന്ന പരിജ്ഞാനത്തിനും അനുസരിച്ച് അവൻ എന്ത് ചെയ്യാറുണ്ട്, പിശാചിനോട് എതിർപ്പാൻ തക്കവണ്ണം ഒരു ആയുധം ധരിപ്പാൻ തക്കവണ്ണം തുടങ്ങും. സ്തോത്രം. നീതി എന്ന കവചവും അവന്റെ കയ്യിൽ എന്ത് ചെയ്യുന്നു, ഹല്ലേലൂയ, വിശ്വാസം എന്ന പരിചയം എന്ത് ചെയ്യുന്നു, കയ്യിൽ ഇരിക്കുമ്പോൾ ഒന്നിനെ കുറിച്ചും പരാജയപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കുന്നവനേ അല്ല. സ്തോത്രം. ഞാൻ ആ പറഞ്ഞതിന് സാരം ഒന്നും കൂടി വിശദീകരിക്കുക. നീതി എന്ന കവചവും വിശ്വാസം എന്ന പരിചയം തന്റെ യുദ്ധക്കളത്തിനകത്ത് താൻ ഇറങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ പരാജയം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ പരാജയത്തിന്റെ ഏക കാരണം എന്താണ്? ഒന്നെങ്കിൽ നീതി കാണത്തില്ല, നീതി എന്ന വിശ്വാസത്തിൻ്റെതാകുന്ന പരിച കാണത്തില്ല, അല്ലെങ്കിൽ നീതി എന്ന കവചം കാണത്തില്ല. സ്തോത്രം. എല്ലാം എന്റെ നെഞ്ചിലോട്ടാണ് വന്ന് തറയ്ക്കുന്നത്. പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ്, ഞാൻ കേട്ടിട്ടുള്ള ഒരു വാക്കാണ്. എല്ലാ വേദനകളും എല്ലാ പ്രയാസങ്ങളും ഒരു തീയമ്പ് പോലെ എന്റെ നെഞ്ചിലേക്കാണ് വന്ന് തറയ്ക്കുന്നത്. എന്റെ പ്രയാസം ആരും ഒന്ന് തിരിച്ചറിയുന്നില്ല. എന്റെ വേദനകളെ ആരും എന്ത് ചെയ്യാറില്ല, ഒന്ന് തിരിഞ്ഞു നോക്കാറില്ല. എനിക്കൊരു ആശ്വാസത്തിന്റെ വാക്ക് പറയുവാൻ ആരും തന്നെ ഇല്ല. എന്നാൽ ഇന്ന് പകൽ വചനം പറയുന്നു, നിനക്ക് വേണ്ടി ആശ്വാസത്തിന്റെ നായകനാകുന്ന യേശു തമ്പുരാൻ വെളിപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. ആശ്വാസത്തിന്റെ നായകനാകുന്ന ക്രിസ്തു ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഒരു ആശ്വാസമായി വെളിപ്പെടുമ്പോൾ നിന്റെ മേൽ വ്യാപരിക്കുന്ന, നിന്നെ ആധിപത്യം പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്ന, നിന്റെ കുടുംബത്തെ എന്നേക്കുമായി നശിപ്പിക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന ചില വ്യാപാര മണ്ഡലങ്ങൾ നിന്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോകുവാൻ തക്കവണ്ണം ഇടവരും. എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്ന ഒരു ദൂതോട് ഞാൻ പറഞ്ഞു മുമ്പോട്ട് കടന്നു പോകാം. ഒരു ഇരുട്ട റൂമിനകത്തേക്ക് ഒരു മെഴുകുതിരി കത്തിച്ച് നമ്മൾ ആ റൂമിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ പ്രകാശം കണ്ട് ഇരുട്ട് ഓടി മറയുന്നത് പോലെ ഇന്ന് പകൽ നിന്റെ കൂടാരത്തിനകത്ത് ദൈവത്തിന്റെ അഭിഷേകം വ്യാപരിക്കുമ്പോൾ ഇന്നലകളിൽ ആധിപത്യം പറഞ്ഞു നിൽക്കുന്ന ചില ഇരുളിന്റെ അന്ധകാരത്തിന്റെ മണ്ഡലങ്ങൾ നീ പോലും അറിയാതെ കൂടാരം വിട്ട് ഇറങ്ങി പോകുവാൻ തക്കവണ്ണം ഇടവരും. ഇന്ന് പകൽ ആത്മനിറവോടെ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുമെങ്കിൽ ആരാധിച്ചു തുടങ്ങിക്കോ. ചില ബന്ധനത്തെ തകർക്കുന്ന ചില അഭിഷേകത്തെ നിന്റെ കൂടാരത്തിനകത്ത് വ്യാപരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ക്രിസ്ത്യ ജീവിതത്തിൽ വേണ്ടുന്നത് പോലെ മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം, നമ്മെ തകർക്കുവാൻ ശ്രമിക്കുന്ന, വിശ്വാസത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം, ദൈവത്തിന്റെ വേല ചെയ്യുവാൻ കഴിയാതെ വണ്ണം, മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ തകർക്കുവാൻ ശ്രമിക്കുന്ന ഇരുളിന്റെ വ്യാപാരമേ, ഇന്ന് പകൽ നിന്റെ മേൽ ജയോത്സവം കൊണ്ടാടിയ ദൈവത്തിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ കൽപ്പിച്ചു പറയുന്നു, കുടുംബത്തിനകത്ത് നിനക്ക് ആധിപത്യമില്ല, കുടുംബത്തിനകത്ത് നിനക്കൊരു അവകാശമില്ല, തലമുറയുടെ ജീവിതത്തിനകത്തൊരു അവകാശമില്ല, ഉപജീവന മാർഗമായി തന്നിരിക്കുന്ന ഉപജീവനത്തിനകത്ത് നിനക്കൊരു അവകാശമില്ല. പലപ്പോഴും നാളുകളായി ഞാൻ അധ്വാനിച്ചിട്ട് എന്റെ വീടിനകത്ത് ഒരു നന്മയും കാണുന്നില്ലല്ലോ, നാളുകളായി ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്റെ വീടിനകത്ത് ഇതുവരെ ഒരു അനുഗ്രഹത്തിന്റെ വെളിച്ചം ഞാൻ കാണുന്നില്ലല്ലോ. എന്നാൽ ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറ, നിന്റെ വെളിച്ചത്തെ തകർക്കുവാൻ ശ്രമിക്കുന്ന ഇരുളിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ അത് ഭവനം വിട്ട് പുറത്തു പോകുവാൻ അൽപ്പിച്ചാത്മനിറവോടെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഇന്ന് പകൽ ദൈവത്തിന്റെ കൃപ ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, നിന്റെ മേൽ വ്യാപരിക്കും ദൈവശക്തി. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ആ പദം ഇങ്ങനെയാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്, വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന
വിശ്വാസത്തിന്റെ നായകനാകുന്ന യേശുവിന്റെ ശക്തി. സ്തോത്രം. ശ്രദ്ധിക്കണമേ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രം വ്യാപരിക്കുന്നതാ. സ്തോത്രം. നമ്മളെല്ലാവരും എന്താണ്, മാനുഷികമാകുന്ന നിലയിൽ നമുക്ക് കുറവുള്ളവരാണ്. സ്തോത്രം. നമുക്ക് ചെറിയൊരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടിച്ചെന്ന് എന്ത് ചെയ്യാറുണ്ട്? ഹോസ്പിറ്റലിൽ അഭയം പ്രാപിക്കാറുണ്ട്. എന്താണ് രോഗം? ആ രോഗത്തിന് തക്കതായ മരുന്ന് നമ്മൾ ആ രോഗത്തെ കുറിച്ച് വീക്ഷണമായി പഠിച്ചിരിക്കുന്ന ഒരു ഡോക്ടറിന്റെ അടുക്കൽ ചെന്നിട്ട് ആ ഡോക്ടർ പറയുന്ന ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മരുന്നുകൾ വാങ്ങി കഴിക്കാറുണ്ട്. സ്തോത്രം. അത് ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന മരുന്നാണെങ്കിൽ അവിടുന്ന് വാങ്ങും. ഇനി പുറത്തുനിന്ന് വാങ്ങണമെന്ന് പറഞ്ഞ് നമുക്ക് തരുന്ന ആ കുറിപ്പടിക്കകത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കും അതിവിടെ ഇല്ല, അത് പുറത്തുനിന്ന് വാങ്ങണം. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മൾ എത്രയോ വളരെ ഗൗരവത്തോടെയാണ് ചെറിയൊരു രോഗത്തിന്, അല്ലെങ്കിൽ ചെറുതായാലും വലുതായാലും ആ രോഗത്തിന് വേണ്ടിയുള്ള മരുന്ന് കളക്ട് ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ പോകുന്നത്. ആശുപത്രിയിലാണേല് പുറത്താണേല് ആ കുറിപ്പടിക്കകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഉള്ള മരുന്ന്, അതേ കമ്പനി അതേ ക്വാണ്ടിറ്റി അനുസരിച്ചുള്ള മരുന്ന് തന്നെ വേണമെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആ ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ ആ മെഡിക്കൽ ഷോപ്പിൽ നിന്നോ നമ്മൾ മരുന്ന് കളക്ട് ചെയ്യാറുണ്ട്. സ്തോത്രം. ഇന്ന് പകൽ ഞാൻ ആ ഒരു ബന്ധം ആത്മീയമാകുന്ന ജീവിതത്തോടൊന്ന് രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. നിന്റെ മേൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ടെന്ന് പറയുമ്പോൾ എത്രയോ ഗൗരവത്തോടു കൂടിയാണ് നിങ്ങൾ ആ വിഷയത്തെ ഏറ്റെടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും ചില കുറവുകൾ സംഭവിക്കും. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസക്കുറവല്ലേ? സ്തോത്രം. പലപ്പോഴും നമ്മളോട് വാക്തത്വം പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്. ഞാനൊരു കാര്യം ഉദാഹരണം എന്ന പോലെ പറയാം. നമ്മൾ വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിയതിന് മുമ്പ്, അല്ലെങ്കിൽ ഇറങ്ങുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞായിക്കൊള്ളട്ടെ, സ്നാനപ്പെടുന്നതിന് മുമ്പോ സ്നാനപ്പെട്ടിട്ടോ അഭിഷേകം പ്രാപിക്കുന്നതിന് മുമ്പോ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞോ, ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവദാസന്മാരിലൂടെ നമ്മളോട് അറിയിച്ച ദൂതുകൾ എത്രയോ പ്രാവശ്യം, കർത്താവെ എന്താണ് എനിക്ക് തരാത്തത്, എന്താണ് എനിക്ക് വേണ്ടി അത് പ്രവർത്തിക്കാത്തത് എന്നൊരു ചോദ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? സ്തോത്രം. അങ്ങനെ ഇല്ല എങ്കിൽ നമ്മൾ മനുഷ്യരല്ല എന്നാണ് അതിന്റെ അർത്ഥം. സ്തോത്രം. മനുഷ്യരാണെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്? പലപ്പോഴെങ്കിലും നമ്മൾ ദൈവത്തോട് ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കും, കർത്താവെ എന്തുകൊണ്ട് നീ പറഞ്ഞ കാര്യം ഇത്ര ഡിലേ ആകുന്നു? സ്തോത്രം. ഇനി ഏറ്റവും അടുത്തൊരു ഉദാഹരണം ഞാൻ അങ്ങ് പറയാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ധന്യകരമാക്കി തരുമെന്ന് പരിശുദ്ധാത്മാവിനാൽ ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞു, 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു, അടുത്ത ഡിഗ്രിയിലേക്കുള്ള ഹയർ സ്റ്റഡിക്ക് വേണ്ടിയുള്ള പഠനത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ തിരുവചനത്തിന് മുമ്പാകെ എടുത്തു വെച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കർത്താവേ എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീ വഴി തുറക്കുമെന്ന് പറഞ്ഞിട്ട് 10ാം ക്ലാസ് വരെ ഞാൻ പഠിപ്പിച്ചു, +2 പഠിപ്പിച്ചു, ഡിഗ്രിക്ക് വേണ്ടിയുള്ള വഴികൾ എന്റെ കയ്യിലില്ല, ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് പലപ്പോഴെങ്കിലും പലരും ചോദിച്ചിട്ടുള്ളൊരു ചരിത്രം എന്റെ ജീവിതത്തിനകത്തുണ്ട്, ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ സാരം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസത്തിന് എന്തില്ല? ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. എബ്രായ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാണ്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. സ്തോത്രം. അപ്പോ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ദൈവശക്തി വ്യാപരിക്കുന്നത്. അപ്പോ ഈ ദൈവശക്തിക്ക് വ്യാപരിപ്പാൻ കഴിയും, ദൈവശക്തിക്ക് പ്രവർത്തിപ്പാൻ കഴിയും, ദൈവശക്തിക്ക് നിന്നെ ആളല്ലാത്ത രീതി മാറ്റിയെടുപ്പാൻ തക്കവണ്ണം കഴിയും. സ്തോത്രം. അത് എങ്ങനെ കഴിയുമെന്ന് ചോദിച്ചാൽ, ഒരു വൃക്ഷത്തൈ നമ്മൾ കൊണ്ടുവന്ന് ഒരു മണ്ണിനകത്ത് തക്കതായ സ്ഥലം നോക്കി, തക്കതായ പ്രകൃതിയുടെ ഭംഗികളൊക്കെ ആസ്വദിപ്പാൻ കഴിയുന്ന തരത്തിൽ തക്കതായ ഒരു സ്ഥലം നോക്കി അതിനെ ഒരു വൃക്ഷത്തൈ കുഴിച്ചു വെച്ചിട്ട് അതിൽ ദിവസവും വെള്ളമൊഴിച്ച് അതിന്റെ ഭംഗി ആസ്വദിപ്പാൻ തക്കവണ്ണം നിൽക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിനകത്ത് തിരുവചനമാകുന്ന വചനം നമ്മുടെ അകത്ത് എന്ത് ചെയ്യണം? വേരുമുളപ്പാൻ തക്കവണ്ണം ഇടവരണം. സ്തോത്രം. അതിന് ഏക തെളിവ് 1-ാം സങ്കീർത്തനം, അവൻ ആറ്റടികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല്ല വാടാത്തതുമാകുന്ന വൃക്ഷം പോലെ ഇരിക്കും. ഒരു വൃക്ഷത്തൈ നട്ടാൽ അതിനെന്തുണ്ടായിരിക്കണം? ഫലമുണ്ടായിരിക്കണം. ഒരു വൃക്ഷത്തൈ നട്ടാൽ ഫലം കായ്ക്കുന്ന വൃക്ഷമായി തീരണം. സ്തോത്രം. ഇല്ലെങ്കിൽ തിരുവചനത്തിൽ കാണുന്നത് പോലെ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ ചെത്തും, വെടിപ്പാക്കാൻ തക്കവണ്ണം ശ്രമിക്കും. ഇല്ലെങ്കിൽ വീണ്ടും നിന്നെ ചെത്തിയിട്ടും ഗുണമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ വെട്ടി തീയിലിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അടുത്ത് വരും. ഇന്ന് പകൽ തിരുവചനത്തിന് മുമ്പാകെ ആയിരിക്കും ദൈവജനത്തോട് ഒരു ദൂതെന്ന പോലെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരു നിർബന്ധ ബുദ്ധിയാൽ എന്നോട് ഇങ്ങനെ അറിയിക്കുന്നുണ്ട്, പറയുന്നു, നിന്റെ ജീവിതത്തിനകത്ത് വിശ്വാസത്തിന്റെ ആഴം വർദ്ധിക്കട്ടെ. സ്തോത്രം. മനുഷ്യർ പറയുന്ന വിശ്വാസത്തിൽ എത്രയോ പ്രാവശ്യം നമ്മൾ ഗണപ്പെട്ടു പോകാറുണ്ട്, എത്രയോ പ്രാവശ്യം അതിനകത്ത് എന്ത് ചെയ്യാറുണ്ട്? അടിഞ്ഞു വീഴാറുണ്ട്. എന്നാൽ ഇന്ന് പകൽ പറയുന്നു, മനുഷ്യർ പറയുന്ന വിശ്വാസത്തെക്കാൾ അപ്പുറത്ത് ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ വ്യാപരിപ്പാൻ തക്കവണ്ണം ഇടവരണം. ദൈവശക്തിക്കനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം ഇടവരണം. ഞാൻ വചനത്തിലേക്ക് വേഗത്തിൽ ഓടി വരാം. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കണമേ,
3 പോയിന്റ് ഞാൻ പറഞ്ഞു. 1, അരയ്ക്ക് സത്യം കെട്ടുക. 2, നീതി എന്ന കവചം ധരിക്കുക. സ്തോത്രം. 3-ാമത്തെ കാര്യം ഇങ്ങനെയാണ്, സുവിശേഷത്തിനായുള്ള ചെരുപ്പ് ഒരുക്കമായി കാലിന് ചെരുപ്പിട്ടുകൊണ്ടിരിക്കുക. 4-ാമത്തെ പോയിന്റ്, വിശ്വാസം എന്ന പരിച നിങ്ങൾ ധരിക്കുക. 15-ാമത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ കിടക്കുന്ന ചരിത്രം അതാണ്. സ്തോത്രം. ഇനി 5-ാമത്തെ പോയിന്റ് ഞാൻ പറയുന്നു, രക്ഷ എന്ന ശിരസ്ത്രം നിന്റെ തലയിൽ ഉണ്ടായിരിക്കാൻ തക്കവണ്ണം ഇടവരണം. സ്തോത്രം. രക്ഷ എന്ന ശിരസ്ത്രം. സ്തോത്രം. ശ്രദ്ധിക്കണമേ. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ കാണുന്നു രക്ഷ എന്ന ശിരസ്ത്രത്തെ കുറിച്ച്. പലപ്പോഴും ഈ യുദ്ധത്തിൽ നിൽക്കുന്നവന്റെ ശരീരത്ത് അമ്പ് ചെയ്യാനായിരിക്കാം പലപ്പോഴും ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട്? ഒരു കവചം താൻ ധരിക്കാറുണ്ട്. സ്തോത്രം. എന്നാൽ ആ കവചം ധരിച്ചത് കൊണ്ട് അവനെ പരാജയപ്പെടുത്തുവാൻ തക്കവണ്ണം കഴിയത്തില്ല. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ദാവീദ് തോട്ടിൽ നിന്നും എടുത്തതാകുന്ന 5 മിനുസമുള്ള കല്ലുമായി വരികയാണ്. ദാവീദിന്റെ സഹോദരനെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഗോലിയാത്തിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ തന്റെ സഹോദരനിൽ ഒരുവനെ എന്ത് ചെയ്യുക? താൻ തോളിൽ വെച്ച് ഇങ്ങനെ വട്ടം കറക്കി വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന, ആരുണ്ട് എന്റെ ജീവിതത്തിൽ, ആരുണ്ട് ഇനി എന്നെ തകർക്കുവാൻ എന്ന് ചോദിച്ച് ഗോലിയാത്ത് വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ പടച്ചട്ടകൾ മുഴുവനും ധരിച്ചിട്ടും തലയിൽ മുഴുവനും കിരീടം വെച്ചിട്ടും എന്തില്ല? തന്റെ അകത്ത് അല്ലെങ്കിൽ ഒന്ന് നോവിക്കാൻ പോലും കഴിയാതെ വണ്ണം തന്റെ ശരീരത്തെ മുഴുവനും കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ശ്രദ്ധിക്കണമേ. സ്തോത്രം. അങ്ങനെ നിന്നിരുന്ന സാഹചര്യത്തിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന മിനുസക്കല്ലിനകത്ത് ഒന്നെടുത്തിട്ട് തന്റെ കവണയ്ക്കകത്ത് ഉടക്കി താൻ എന്ത് ചെയ്തു? ഒന്ന് എയ്യുവാൻ തക്കവണ്ണം ഇടയായി. സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ സാരം നിങ്ങൾക്ക് മനസ്സിലാകുന്നു വിശ്വസിക്കുക. ആ ശിരസ്ത്രം വെച്ചതിന്റെ ഇടയിൽ ചെറിയ ഒരു ഭാഗം, തിരുനെറ്റിയുടെ എന്താണ്, കവർ ചെയ്തിട്ടില്ല. കറക്റ്റ് അവിടെ തന്നെ കൊണ്ട് എന്ത് ചെയ്യുന്നു? ഗോലിയാത്ത് താഴെ വീണു, ഗോലിയാത്തിനെ പരാജയപ്പെടുത്തി എന്നുള്ള ചരിത്രങ്ങൾ, കഥകൾ നമ്മൾ തിരുവചനത്തിൽ കണ്ടിട്ടുണ്ട്. കഥകൾ എന്ന് പറഞ്ഞതിൽ ക്ഷമിക്കണമേ, തിരുവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ചരിത്ര ഭാഗമാണ്. സ്തോത്രം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളോട് സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നതാകുന്ന ഒരു പശ്ചാത്തലത്തിലുള്ള കാര്യമായതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. ശ്രദ്ധിക്കണം. ഈ രക്ഷയെന്ന ശിരസ്ത്രത്തിന്റെ അകത്ത് പോലും നിന്നെ വീഴ്ത്തുവാൻ തക്കവണ്ണം ശ്രമിക്കുന്ന ചില ഒരു വസ്തുതകൾ മറഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ടാണ് തിരുവചനം പറഞ്ഞത്, നിന്റെ വിശ്വാസ ജീവിതത്തിൽ നീ പരാജിതനായി പോകാതിരിക്കേണ്ടതിന് രക്ഷ എന്ന ശിരസ്ത്രം നീ ധരിപ്പാൻ തക്കവണ്ണം ഇടവരും. ആ പദം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. രക്ഷ എന്ന ശിരസ്ത്രം. രക്ഷിക്കുവാൻ തക്കവണ്ണം ഈ ശിരസ്ത്രത്തിന് നിനക്ക് കഴിയത്തുള്ളൂ. നിന്നെ രക്ഷിപ്പാൻ തക്കവണ്ണം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവന് മാത്രമേ കഴിയത്തുള്ളൂ. സ്തോത്രം. ശ്രദ്ധിക്കണമേ. സ്ത്രീയുടെ തല പുരുഷനാകുന്നു, പുരുഷന്റെ തലയോ ക്രിസ്തുവെന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് പോലെ ശിരസ്ത്രമാകുന്ന യേശു തമ്പുരാൻ നിന്റെ അകത്ത് വ്യാപരിക്കുമ്പോൾ ഇന്നലത്തെ പ്രയാസങ്ങൾ, ഇന്നലത്തെ പ്രതികൂലങ്ങൾ, ഇന്നലത്തെ പ്രതിസന്ധികൾ നിന്നെ വിട്ട് എന്നേക്കുമായി ഓടി മറയുവാൻ തക്കവണ്ണം ഇടവരും. സ്തോത്രം. തിരുവചനത്തിന് മുമ്പാകെ ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ, ദൈവത്തിൻ്റെതാകുന്ന കൃപ വ്യാപരിക്കട്ടെ. സ്തോത്രം. അടുത്ത 5-ാമത്തെ പോയിന്റിലേക്ക് ഞാൻ വേഗത്തിൽ ഓടിപ്പോകുകയാണ്. ദൈവവചനം എന്ന ആത്മാവിന്റെ വാള്. സ്തോത്രം. ആത്മാവിന്റെ വാള്. 7 ആയുധങ്ങളെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 6-ാമത്തെ ആയുധം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാകുന്ന ആത്മാവിന്റെ വാളാണ്. അതാണ് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചത്. സന്ധിമജ്ജകളെ പോലും വേർപിടിപ്പാൻ കഴിയുന്ന ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ആയുധമാണ് പ്രാർത്ഥന എന്ന വചനമെന്ന ആത്മാവിന്റെ വാൾ എന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. സ്തോത്രം. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യവും വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 16-ാമത്തെ വാക്യവും അത് വ്യക്തതയോടുകൂടി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സ്തോത്രം. ശ്രദ്ധിക്കണമേ. പ്രാർത്ഥന എന്ന് അടുത്തൊരു ആയുധത്തെ കുറിച്ച് കൂടി പറഞ്ഞ് ദൈവസന്നിധിയിൽ താണിരിപ്പാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. 7-ാമത്തെ ആയുധമാണ് പ്രാർത്ഥന എന്ന് പറയുന്ന ആയുധം. സ്തോത്രം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 14-15 വാക്യത്തിനകത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. പ്രാർത്ഥനയെ കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. സ്തോത്രം. പ്രാർത്ഥനയെ കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിരിക്കുമ്പോൾ യാക്കോബ് അതേ അധ്യായങ്ങളിൽ തന്നെ, അതേ പുസ്തകത്തിൽ തന്നെ അതിന്റെ പുറകിലുള്ള 3-ാം അധ്യായത്തിനകത്ത് പറയുന്നു, നാവ് ചെറിയ അവയവമെങ്കിലും വലിയ കാട് കത്തിക്കുന്നു. സ്തോത്രം. എന്താണ് ആ വാക്യത്തോട് ഞാൻ ബന്ധപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രാർത്ഥിക്കാൻ എടുക്കുന്ന ആയുധവും നിന്റെ നാവ് തന്നെയാണ്. നിന്റെ ജീവിതത്തെ നശിപ്പിക്കുവാൻ എടുക്കുന്ന ആയുധവും ഈ നാവ് തന്നെയാണ്. സ്തോത്രം. പലപ്പോഴും ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് അനുഗ്രഹം ഉണ്ടാകാം, ശാപവും ഉണ്ടാകാം. പക്ഷെ അനുഗ്രഹത്തിന്റെയും ശാപത്തിൻ്റെതാകുന്ന വഴികൾ നീ തന്നെ നിന്റെ ജീവിതത്തിൽ നിന്നാണ് പുറപ്പെടുവിക്കുന്നത്. സ്തോത്രം. ശുശ്രൂഷിക്കുമ്പോൾ ഞങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾ ആത്മനിറവോട് ശുശ്രൂഷിക്കാറുണ്ട്, ആത്മാവിന്റെ നിറവിൽ നമ്മൾ ശുശ്രൂഷിക്കാറുണ്ട്. സ്തോത്രം. ശ്രദ്ധിക്കണമേ. ഇന്നലത്തെ ശുശ്രൂഷ അല്ലായിരുന്നു ഇന്നത്തെ ശുശ്രൂഷ, ഇന്നലത്തെ പ്രാർത്ഥനയല്ലായിരുന്നു ഇന്നത്തെ പ്രാർത്ഥന. നമ്മൾ തരംതിരുത്താറില്ലേ? നമ്മൾ വിലയിരുത്താറില്ലേ? സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ സാരം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണമേ. നമ്മുടെ ജീവിതത്തിനകത്ത് അലയടിച്ചുകൊണ്ട്
മാറ്റിക്കൊണ്ട് നിൽക്കുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒഴിഞ്ഞു മാറിയിട്ട് ക്രിസ്തുവിനോടുകൂടി വേണ്ടുന്നത് പോലെ അടുപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നില്ല, വേണ്ടുന്നത് പോലെ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം കഴിയുന്നില്ല. നമ്മുടെ ജീവിത പ്രശ്നങ്ങളാണ് നമുക്ക് മുൻതൂക്കമായി നിൽക്കുന്നത്. നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകുന്ന പ്രതിസന്ധികളെ കുറിച്ചാണ് നമുക്ക് പലപ്പോഴും മുൻതൂക്കമായി നമ്മൾ കണ്ടുകൊണ്ടും എണ്ണിക്കൊണ്ടും നിൽക്കുന്നത്. എന്നാൽ തിരുവചനം പറയുന്നു, നിന്റെ ജീവിതത്തിനകത്തെ പ്രതിസന്ധികളെ ഒന്ന് മാറ്റിവെച്ചിട്ട് നിനക്ക് വേണ്ടി കാൽവറിൽ ക്രൂശിൽ യാഗമായി തീർന്ന യേശുവിലേക്ക് ഇന്ന് പകൽ നിന്റെ കണ്ണുകളെ ഒന്ന് ഉയർത്തുവാൻ തക്കവണ്ണം ഇടവരണം. അതുകൊണ്ടല്ലേ ഭക്തനായ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് പോലെ, അപ്പോസ്തലനായ പൗലോസ് മാത്രമല്ല, പത്രോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിനകത്ത് ഒരു വിശ്വാസത്തിന്റെ ആഴം വർദ്ധിപ്പാൻ തക്കവണ്ണം ഇടവരണം. എന്തിലാണ് ആഴം വർദ്ധിക്കേണ്ടത്? ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന എന്റെ പാപത്തിനും പാപപരിഹാരത്തിനും വേണ്ടി അവൻ കാൽവറിൽ യാഗമായി തീർന്നുവെന്ന് വിശ്വസിച്ചാൽ നിന്റെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടവരും. സ്തോത്രം. ശ്രദ്ധിക്കണമേ, പല ആവർത്തി നമ്മൾ പലരോട് സംസാരിച്ചിട്ടുണ്ട്, പല ആവർത്തി നമ്മൾ പലരോട് ഇടപെട്ടിട്ടുണ്ട്. ഇന്ന് പകൽ ഒരു ദൂതോടെ പറഞ്ഞ് ദൈവസന്നിധിയിൽ താണിരിക്കട്ടെ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥാപാത്രമാണ് ഹന്നയെ കുറിച്ച്. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാമത്തെ വചനം മുതൽ വായിക്കുമ്പോൾ കാണുന്നു, ഹന്ന മനോവസനത്തോട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, അതിന് മറുപടി യഹോവയാകുന്ന ദൈവം കൊടുത്തു. സ്തോത്രം. മനോവസനത്തോട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുടെ മറുപടി ലഭിച്ചത് എപ്പോഴാണ്? ചില ദിവസങ്ങൾ, ചില മാസങ്ങൾ, ചില സമയങ്ങൾ താൻ ദൈവസന്നിധിയിൽ ഒരേപോലെ നിലവിളിച്ചു. എന്നെ ചിന്തിപ്പിച്ച ഒരു പദം എങ്ങനെയാണ്? അവൾ ദേവാലയത്തിൽ ചെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനയുടേതാകുന്ന ആ സ്വരങ്ങൾ വർദ്ധിച്ചുകൊണ്ട് നിന്നപ്പോൾ അവിടുത്തെ പുരോഹിതനാകുന്ന ഏലി പുരോഹിതൻ പറഞ്ഞത് ഇങ്ങനെയാ, നീ വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ചാണ് അവൾ പിറുപിറുത്തുകൊണ്ട് നിൽക്കുന്നത്. സ്തോത്രം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് ഇങ്ങനെ വാക്കുകൾ കേട്ടിട്ടില്ലേ? പ്രാർത്ഥിക്കുമ്പോൾ അവൾ വലിയ പ്രാർത്ഥനക്കാരിയാ, അല്ലെങ്കിൽ അവൻ വലിയ പ്രാർത്ഥനക്കാരന്, അവന്റെ ജീവിതത്തിനകത്ത് ഇന്നതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പൊങ്ങച്ചം പറയുന്നതാണെന്നൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ. സ്തോത്രം. എന്നാൽ ഇന്ന് പകൽ പറയുന്നു, തിരുവചനം നമ്മെ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, പ്രാർത്ഥനയിൽ നീ ഒരിക്കലും പുറകോട്ട് പോകുവാൻ പാടുള്ളതല്ല. വിശ്വാസ ജീവിതത്തിൽ ഒരിക്കലും നീ താളടിയായി പോകുവാൻ തക്കവണ്ണം ഇടവരരുത്. സ്തോത്രം. തണ്ടിന്മേൽ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ മലയുടെ മുകളിൽ ഉയർന്നിരിക്കുന്ന ഒരു വിളക്ക് പോലെ ശോഭിപ്പാൻ തക്കവണ്ണം നിന്റെ ജീവിതത്തിനകത്ത് പ്രാർത്ഥന എന്ന ആയുധത്തിന് വളരെ പ്രാധാന്യതയുണ്ട്. സ്തോത്രം. പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന കൊണ്ട് മാത്രമേ നിന്റെ ജീവിതത്തെ പലതും നേടുവാൻ തക്കവണ്ണം ഇടവരത്തുള്ളൂ. പ്രാർത്ഥന കൊണ്ട് മാത്രമേ പലതിനെയും നേടിയെടുപ്പാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. പ്രാർത്ഥന കൊണ്ട് മാത്രമേ പലതിന്മേലും ദൈവശക്തി വ്യാപരിപ്പാൻ തക്കവണ്ണം ഇടവരത്തുള്ളൂ. ഇന്ന് പകൽ തിരുവചനത്തിന് മുമ്പാകെ ആയിരിക്കും ദൈവജനത്തോട് ആത്മനിറവോടെ ഒരു ദൂത് പറയാ. നാളുകളായി പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥന വിഷയത്തിന് മറുപടി കാണാതിരിക്കുന്ന സഹോദര സഹോദരി, ഇന്ന് പകൽ നിന്റെ വിഷയത്തിന് ഒരു പരിഹാരവുമായി കർത്താവായ യേശു കർത്താവ് വന്നിട്ടുണ്ട്. നാളുകളായി നീ പ്രാർത്ഥിക്കുന്ന വിഷയമാണല്ലോ, എന്തുകൊണ്ട് കർത്താവ് എന്റെ തലമുറയുടെ ഭാവിക്ക് ഇതുവരെ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടില്ല? എന്തുകൊണ്ടാണ് കർത്താവ് എന്റെ ജീവിതത്തിനകത്ത് ഇതുവരെ ഒരു ഉയർച്ച കാണാത്തത്? ദൈവമേ, നന്മകളൊന്നും പ്രാപിപ്പാൻ തക്കവണ്ണം കഴിയുന്നില്ലല്ലോ. രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഞാൻ അധ്വാനിച്ചു കൊണ്ടുവരുന്ന നന്മകളൊന്നും എന്റെ വീടിനകത്ത് ശാശ്വതമല്ലല്ലോ. അത് ചോർന്നൊലിച്ചുകൊണ്ട് നിൽക്കുന്ന ഹല്ലേലൂയ ഒരു പെരയ്ക്ക് തുല്യമായി എന്റെ കയ്യിൽ നിന്നും എന്റെ സാമ്പത്തികം മുഴുവനും നഷ്ടമായിക്കൊണ്ട് നിൽക്കുന്നു. മറുവശത്ത് രോഗമാകുന്ന ബന്ധനങ്ങൾ, മാറി മാറി അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില രോഗത്തിന്റെ ബന്ധനങ്ങൾ. ഇന്ന് പകൽ വചനം പറയുന്നു, രോഗബന്ധനത്തെ ശാസിപ്പാനും നിന്റെ കയ്യിലിരിക്കുന്ന നന്മകളെ അപകരിച്ചു കൊണ്ടുപോകുന്ന ഇരുളിന്റെ വ്യാപാരത്തോട് അധികാരത്തോടെ പറയുവാനും നിന്റെ നാവിന് അഭിഷേകം ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട്. ഇന്ന് പകൽ ആ അഭിഷേകത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് പറ, ആധിപത്യങ്ങൾ സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്ന, അധികാരങ്ങളെ സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്ന ചില ശക്തികളോട് ഇന്ന് പകൽ ആത്മനിറവോടെ പറ, നിനക്ക് ഈ കുടുംബത്തിനകത്ത് ഒരു ആധിപത്യം പറയുവാനില്ല. നിനക്ക് ഈ കുടുംബത്തിനകത്ത് ഒരു ആരെക്കുറിച്ചും ആധിപത്യം പറയുവാൻ കഴിയത്തില്ല. കാര്യം, ഞങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ മക്കളാണ്. ഇച്ചിരി ആഴമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഗ രക്തത്താൽ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ് ഞങ്ങൾ. ഇന്ന് പകൽ ഞങ്ങളുടെ മേൽ ആധിപത്യം പറയുവാൻ ശ്രമിക്കുന്ന ശക്തിയെ, നിനക്ക് ആധിപത്യം പറയുവാൻ ഇവിടെ ഇടമില്ല. സ്തോത്രം. ശ്രദ്ധിക്കണമേ, ഞാൻ പറഞ്ഞ പദം ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുക. വെളിച്ചം കണ്ട് ഇരുട്ടോടി മറയുന്നത് പോലെ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസത്തിന്റെ ആഴം വർദ്ധിക്കുമ്പോ, നിന്നെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ നിറവ് വ്യാപരിക്കുമ്പോ, നീ പോലും അറിയാതെ ഓടി മറയുവാൻ തക്കവണ്ണം ഇടവരും. നീ പോലും അറിയാതെ ചില ശക്തികൾ നിന്നെ വിട്ട് ദൂരെ ഓടിപ്പോകുവാൻ തക്കവണ്ണം ഇടവരും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ
നിറവിൽ ഒരു ദൂത് വിളിച്ചു പറയുക. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുമെന്ന് തിരുവചനത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയെങ്കിൽ ഇന്നലകളിൽ പ്രയാസത്തോടെ, ഭാരത്തോടെ, നിരാശയോടെ അലറുന്ന ചില സഹോദരങ്ങൾ, നീറുന്നതാകുന്ന ചില വേദനകളുടെ നടുവിൽ നീറിക്കൊണ്ട് നിൽക്കുന്ന ചില വ്യക്തിത്വങ്ങൾ, ഇന്ന് പകൽ അവരോടായി പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരു ദൂത് കൈമാറട്ടെ. നിന്റെ ജീവിതത്തെ ആർക്ക് മാറ്റിമറിപ്പാൻ കഴിയുമെന്ന് ചോദിച്ചുകൊണ്ട് ഒരു ചോദ്യചിഹ്നവുമായി നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, യഹോവയാകുന്ന ദൈവത്തിന് കഴിയും. നിന്നെ മാറ്റിമറിക്കുവാൻ യഹോവയാകുന്ന കർത്താവിന് കഴിയും. ഇന്നലകളിൽ ചോദിച്ച ചോദ്യത്തിനും ഇന്നലകളിൽ ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന ചോദ്യത്തിന്, ചില വിഷയങ്ങൾ പ്രാർത്ഥന എന്ന പോലെ ഡയറിക്കകത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന വിഷയത്തിനും പരിശുദ്ധാത്മാവിന് നീക്കുപോക്ക് വരുത്തുവാൻ കഴിയും. ഇന്ന് പകൽ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. സ്തോത്രം. ശ്രദ്ധിക്കണമേ, തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗങ്ങൾ ധരിച്ചു കൊള്ളുവിൻ. തിരുവചനം നമ്മെ രേഖപ്പെടുത്തുന്നു, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർപ്പാൻ തക്കവണ്ണം കഴിയേണ്ടതിന്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർപ്പാൻ തക്കവണ്ണം കഴിയേണ്ടതിന് എന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതിനകത്ത് ഒറ്റ ദൂതോടെ പറഞ്ഞ് എന്റെ വാക്കിന് ഞാൻ വിരാമം കുറിക്കുകയാണ്. അപ്പൊ പിശാച് തന്ത്രശാലിയാണ്, പിശാച് തന്ത്രം നിറഞ്ഞവനാണ്. എങ്ങനെ ഒരു കുടുംബത്തിനകത്ത് കയറണമെന്നും എങ്ങനെ ഒരു കുടുംബത്തിന്റെ ആത്മീയ ജീവിതത്തിന്റെ സ്വസ്ഥതകൾ നശിപ്പിക്കണമെന്നും ആർക്ക് നന്നായിട്ട് അറിയാം? പിശാചിനറിയാം. സ്തോത്രം. എന്റെ പ്രിയ സഹോദരങ്ങളെ, ആത്മനിറവോടെ നമ്മൾ ഒരുമിച്ച് ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയെ തകർക്കുവാൻ ശ്രമിക്കുന്ന, നമ്മുടെ ശുശ്രൂഷയെ തകർക്കുവാൻ ശ്രമിക്കുന്ന, നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കുവാൻ ശ്രമിക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങൾ ഏതും തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടവരണം. സ്തോത്രം. ശ്രദ്ധിച്ചേ, ഒരു കടൽ തീരത്ത് പോയി നിൽക്കുന്ന ഒരു മനുഷ്യനോട് ചോദിച്ചാൽ ആ തിരകൾ എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയത്തില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ കണ്ടതിന്റെയും ഞാൻ മനസ്സിലാക്കിയതിന്റെ തെളിവിൽ ഞാൻ പറയാം. ഒന്നാമത്തെ തിര വരുമ്പോൾ അതിന്റെ ശക്തി കുറവായിരിക്കാം, പക്ഷേ 2, 3 തിരകൾ വരുമ്പോൾ അതിന്റെ ശക്തികളും കുറവാ എന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ പറയും. പക്ഷെ 4ാമത്തെ തിര വരുന്നത് നിന്റെ വിശ്വാസത്തെ, നീ ചവിട്ടി ഉറച്ചു നിൽക്കുന്ന നിന്റെ മണ്ണ് പോലും ഒലിച്ചു പോകുന്ന തരത്തിലുള്ള തിരയായിരിക്കാം നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോസ്തലനായ പ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു തെളിവ് ഇങ്ങനെയാണ്. ഒന്നാമത്തെ തിര നിന്നെ നശിപ്പിക്കുവാൻ ശ്രമിക്കും, 2ാമത്തെ തിര നിന്നെ നശിപ്പിക്കുവാൻ ശ്രമിക്കും, പക്ഷെ നിൽക്കുന്ന ഇടം വിട്ട് നിനക്ക് പോകുവാൻ കഴിയത്തില്ല. 3ാമത്തെ തിര വരുന്നത് നീ നിൽക്കുന്ന കാൽച്ചുവട്ടിലെ മണ്ണ് പോലും ഒലിച്ചു പോകുന്ന തരത്തിൽ പ്രതികൂലങ്ങൾ ഏറി വന്നാലും അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി അപ്പുറത്ത് മാറിക്കിടക്കുന്ന ഒരു കല്ലും കൂമ്പാരമുണ്ട്. ആ കല്ലും കൂമ്പാരത്തിൽ കൊണ്ട് നാഞ്ഞടിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്ന ചില തിരകളുടെ ശക്തികളുണ്ടെന്ന് പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് കൈമാറുകയാണ്. നീ നിൽക്കുന്ന വിശ്വാസ പോർക്കളത്തിനകത്ത് നിന്റെ കാൽച്ചുവട്ടിലെ മണ്ണുകൾ ഒലിച്ചു പോകുമെന്ന് തോന്നിയേക്കാം, പക്ഷേ ഒരിക്കലും ദൈവം തമ്പുരാൻ നിന്നെ കൈ എന്ത് ചെയ്യത്തില്ല, വിടത്തില്ല. അതുകൊണ്ട് തിരുവചനം പറഞ്ഞു, അവൻ ഒരു നാളും കൈവിടുന്ന ദൈവമല്ല, അവൻ ഒരു നാളും ഉപേക്ഷിക്കുന്ന കർത്താവല്ല. ഉപേക്ഷിക്കാതെ വണ്ണം, കൈവിടാതെ വണ്ണം നിന്നെ ചേർത്ത് പിടിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, ഇന്നലത്തെ പ്രതികൂലങ്ങളെ കണ്ടുകൊണ്ട് ഇന്നും നിന്റെ വിശ്വാസ കപ്പൽ മുമ്പോട്ട് തുഴയുകയല്ലേ. സ്വതന്ത്രം. അപ്പോസ്തലനായ പൗലോസ് 1 തീമോഥെയോസിന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തി വെച്ചത് ഇങ്ങനെയാണ്. അവൻ എന്ത് ചെയ്തു? മകനെ തീമോഥെയോസേ, നിന്നെ കുറിച്ച് മുമ്പുണ്ടായിരുന്ന പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഈ ആജ്ഞ ഞാൻ നിന്നെ ഭരമേൽപ്പിക്കുന്നു. നീ നല്ല യുദ്ധസേവ ചെയ്യുക, നല്ല യുദ്ധത്തിനായി ഒരുങ്ങുക. എന്താണ് നല്ല യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങേണ്ടത്? ഈ പറഞ്ഞതാകുന്ന ആയുധങ്ങൾ മുഴുവനും ധരിച്ചുകൊണ്ട് നിന്റെ ഭവനത്തിനകത്ത് നീ ചുമ്മാ ഇരുന്നാ പോരാ, യുദ്ധത്തിന് വേണ്ടതാകുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി നീ ഇറങ്ങുവാൻ തക്കവണ്ണം ഇടവരണം. ഇറങ്ങിയാൽ മാത്രം പോരാ, അതിന് മറുപടികളെ കണ്ടുകൊണ്ട് എഴുന്നേൽപ്പാൻ തക്കവണ്ണം ഇടവരണം. മറുപടികളെ കണ്ടുകൊണ്ട് എഴുന്നേൽപ്പാൻ തക്കവണ്ണം ഇടയായാൽ നിന്റെ ജീവിതത്തിനകത്ത് നീ പോലും അറിയാതെ, നീ പോലും ആ ഹാലലു എങ്ങനെ അടുത്തൊരു സ്റ്റെപ്പ് കയറുവാൻ കഴിയുമെന്ന് പോലും ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന ചോദ്യത്തിന് മുമ്പിൽ നീ പോലും അറിയാതെ നിന്റെ കരവും പിടിച്ച് അവൻ മുമ്പോട്ട് എഴുന്നേൽപ്പാൻ തക്കവണ്ണം ഇടവരും. സ്തോത്രം. ഒരു വാക്ക് എന്റെ വാക്കിൽ നിന്ന് ഞാൻ വിരമിക്കുകയാണ്. സ്തോത്രം. എനിക്കും അടുത്തൊരു മീറ്റിംഗിലേക്ക് പ്രവേശിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ വേഗത്തിൽ എൻ്റെ ഒരു വാക്ക് വിരമിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വായിച്ച വാക്യം ഒരു പ്രാവശ്യം കൂടി വായിക്കുന്ന, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് യഹോവയുടെ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കുവിൻ. സ്തോത്രം. ഒരു യുദ്ധക്കളത്തിൽ നിൽക്കുന്നു എന്ന് ഉത്തമമാകുന്ന ബോധ്യം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകണം. ഒരു പോർക്കളത്തിൽ നിൽക്കുന്ന ഉത്തമമാകുന്ന ബോധ്യം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകണം. ഇന്ന് പകൽ തിരുവചനത്തിന് മുമ്പാകെ 1000 ദൈവജനത്തോട് ആത്മനിറവിൽ ഒരു ദൂതൂടെ കൈമാറട്ടെ. നിന്റെ ജീവിതത്തിനകത്ത് ഒരു പോർക്കളമുണ്ട്. സ്തോത്രം. ജീവിതമാകുന്ന ഈ പോർക്കളത്തിനകത്തോട് നമ്മൾ ഓടിക്കൊണ്ട് നിൽക്കുമ്പോൾ അഭിഷേകത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് ആ അധികാരമോഹത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെതാകുന്ന അഭിഷേകം നമ്മുടെ മേൽ വ്യാപരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മെ തകർക്കുവാൻ ശ്രമിക്കുന്ന, നമ്മെ മുടിക്കുവാൻ ശ്രമിക്കുന്ന
ചെയ്യുന്ന ഒരു പിശാചിന്റെ തന്ത്രങ്ങളോടും നമ്മൾ എന്ത് ചെയ്യരുത്? അടിയറവ് പറഞ്ഞു പോകരുത്. അതിനെ എതിർപ്പാൻ കഴിയുന്ന ദൈവത്തിന്റെ സർവായുധ വർഗമാണ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. ഇന്ന് പകൽ ആ തിരിച്ചറിവോടെ, ഇന്ന് പകൽ ആ ഒരു ആഹ്വാനത്തോടെ എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്ന ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല ദൈവമേ, നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപ കൊണ്ട് ഞങ്ങൾ ഇത്രത്തോളം നിറച്ചതിനായി സ്തോത്രം. കർത്താവെ, അങ്ങ് തന്ന വചനത്തിനായി സ്തോത്രം. കേട്ടിരുന്ന ദൈവജനത്തെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. ദാസീദാസന്മാർ, ദൈവജനങ്ങൾ മുഴുവനും അങ്ങയുടെ നാമം ചൊല്ലി അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഏത് വിഷയത്തിന്മേൽ നിരാശപ്പെടുന്നു, വേദനപ്പെടുന്നു, പ്രയാസപ്പെടുന്നു അടിയൻ അറിയുന്നില്ല. അറിയുന്നവരാകെ ദൈവം ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ കരം ചൊല്ലി, അങ്ങയുടെ നാമം ചൊല്ലി അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരത്തെ ഒരുക്കി തന്ന കർത്താവിന്റെ ദാസിയോടുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. പ്ലാറ്റ്ഫോമിൽ ഇത്രത്തോളം ശ്രദ്ധയോടുകൂടി ആയിരുന്ന എല്ലാ ദൈവജനങ്ങൾക്കും, കർത്താവിന്റെ ദാസന്മാർക്കും ദാസിമാർക്കും ഒരു പ്രാവശ്യം കൂടി ക്രിസ്തുവിൽ വന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം, സ്തോത്രം.